ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റും ആ വാർത്തകളിലേക്ക് ഒക്കെ വിശദമായി നമുക്ക് പോകാം. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. പശ്ചിമേഷ്യ യുദ്ധഭീതിയിൽ തന്നെ. ഇന്നലെ രാത്രിയും പരസ്പരം വ്യോമാക്രമണം നടത്തി ഇറാനും ഇസ്രയേലും. ടെഹ്റാനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 60 മരണമെന്ന് റിപ്പോർട്ട്. 200 ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിച്ചെന്ന് ഇറാൻ. രൂക്ഷമായ ആക്രമണം നടത്തുമെന്ന മുന്നറിയിപ്പുമായി വീണ്ടും നെതന്യാഹു. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ കാരണം കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമാക്കി കേന്ദ്ര സർക്കാർ. 3 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കും. മരിച്ചവരെ തിരിച്ചറിയാനുള്ള DNA പരിശോധനയും തുടരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആദ്യ വിദേശ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സന്ദർശിക്കുന്നത് സൈപ്രസ്, കാനഡ, ക്രൊയേഷ്യ രാജ്യങ്ങൾ. കാനഡയിൽ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുമായും കൂടിക്കാഴ്ച. ഇന്നു മുതൽ സംസ്ഥാനത്ത് ചില ട്രെയിനുകളുടെ സമയത്തിൽ മാറ്റം. മൺസൂൺ സമയം കൊങ്കൺ വഴിയുള്ള സർവീസുകൾക്ക്. മംഗള, ലക്ഷദ്വീപ്, രാജധാനി എക്സ്പ്രസുകൾ ഇനി മുതൽ നേരത്തെ പുറപ്പെടും. കെനിയയിൽ ബസ് മറിഞ്ഞ് മരിച്ച 5 മലയാളികളുടെയും മൃതദേഹം ഇന്ന് നാട്ടിലെത്തും. മരിച്ചത് മൂവാറ്റുപുഴ, പാലക്കാട്, മാവേലിക്കര സ്വദേശികൾ. മൃതദേഹങ്ങൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നോർക്ക പ്രതിനിധികൾ ഏറ്റുവാങ്ങും. ജന്മദിനം ആഘോഷമാക്കുന്നതിനിടെ പ്രസിഡന്റ് ട്രംപിനെതിരെ അമേരിക്കയിൽ ജനരോഷം. ട്രംപ് ഭരണകൂടത്തിന്റെ പരിഷ്കാരങ്ങൾക്കെതിരെ നോ കിങ്സ് ബാനറുമായി ആയിരക്കണക്കിന് അമേരിക്കക്കാർ തെരുവിൽ. പ്രതിഷേധക്കാരെ നേരിട്ട് പോലീസ്. യുദ്ധഭീതിയിൽ പശ്ചിമേഷ്യ. ഇസ്രയേൽ ഇറാൻ സംഘർഷം രൂക്ഷമായി തുടരുകയാണ്. ഇസ്രയേൽ ആക്രമണത്തിന് പിന്നാലെ ഇറാനും ശക്തമായി തിരിച്ചടിച്ചു. 200 ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ ഇസ്രയേലിന് നേരെ പ്രയോഗിച്ചു. ടെഹ്റാനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 60 പേർ കൊല്ലപ്പെട്ടതായി ഇറാനിയൻ സ്റ്റേറ്റ് TV റിപ്പോർട്ട് ചെയ്തു. ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാനിലെ സൗത്ത് പാർസ് എണ്ണപ്പാടത്തിന് തീപിടിച്ചു. MG മിഥുൻ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. മിഥുൻ, ഇന്നലെ രാവിലെ നമ്മൾ സംസാരിക്കുമ്പോൾ ആക്രമണത്തിന്റെ തുടക്കമായിരുന്നെങ്കിൽ അത് നീണ്ടു നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇന്നലെ രാത്രി മുഴുവൻ 2 രാജ്യങ്ങളുടെയും ആകാശത്ത് തീമഴ പെയ്യുന്ന സാഹചര്യമായിരുന്നു നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ. പക്ഷേ ഇത് എത്ര നാൾ നീണ്ടു നിൽക്കും? ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾക്ക് ഇനി എത്രത്തോളം സാധ്യതയുണ്ട്? ഇപ്പോൾ എന്താണ് ഇരു രാജ്യങ്ങളിലെയും സ്ഥിതി? ശ്രീജ, ഇരു രാജ്യങ്ങളും തമ്മിൽ മിസൈൽ വർഷം തുടരുക തന്നെ ചെയ്യുകയാണ്. സംഘർഷം അതിൻ്റെ ഉച്ചസ്ഥായിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം രാവിലെ നമ്മൾ ഇന്നലെ സംസാരിച്ചതുപോലെ തന്നെ രാവിലെയൊക്കെ ഈ രാജ്യങ്ങൾ തമ്മിൽ വലിയ രീതിയിലുള്ള മിസൈൽ ആക്രമണം നടന്നിരുന്നു. വൈകിട്ട് വീണ്ടും ഇറാന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ഇസ്രയേലിലേക്ക് വലിയ രീതിയിലുള്ള ആക്രമണം നടന്നു. ഡ്രോൺ ആക്രമണവും ഒപ്പം തന്നെ മിസൈൽ ആക്രമണവും നടന്നു. യമനിൽ നിന്നും ഒപ്പം തന്നെ ഇറാഖിലെ വ്യോമപാത ഉപയോഗിച്ചുകൊണ്ടും ഒക്കെയായിരുന്നു ഇത്തരത്തിൽ ഈ ഇറാന്റെ ഒരു
ആക്രമണം ഉണ്ടായത്. ഇതിൽ ടെലവീവിലും മറ്റ് ഗലീലിലും ഒക്കെ വലിയ രീതിയിലുള്ള നാശനഷ്ടം സംഭവിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയും ചെയ്തു. അതിൽ സ്ഥിരീകരണം വന്നിരിക്കുന്ന ഒരു യുവതി ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു, 20-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇസ്രായേലിനെ സംബന്ധിച്ച് എന്നുള്ളത് തന്നെയാണ്. ഇസ്രായേലിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇത്തരത്തിൽ ഇറാന്റെ ആക്രമണം ഉണ്ടായത്. പക്ഷേ നമുക്കറിയാം ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പരിധിവരെ ഇറാന്റെ ആക്രമണം പ്രതിരോധിക്കാൻ ഇസ്രായേലിനെ സംബന്ധിച്ച് സാധിക്കുന്നുണ്ട്. അതിന് തൊട്ടു പിന്നാലെ തന്നെ വീണ്ടും വലിയ രീതിയിലുള്ള ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളത് തന്നെയാണ്. ആ പ്രത്യാക്രമണത്തിൽ അക്ഷരാർത്ഥത്തിൽ ഇറാൻ വിറച്ചു എന്നുള്ളത് തന്നെയാണ്. കാരണം നേരത്തെ സൈനിക കേന്ദ്രങ്ങളും ആണവ കേന്ദ്രങ്ങളും ലക്ഷ്യമാക്കിയായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണമെങ്കിൽ അതൊരു പടി കൂടി കടന്ന് എണ്ണപ്പാടങ്ങൾ, ഇറാന്റെ പ്രധാന വരുമാന സ്രോതസ്സുകളിൽ ഒന്നായിട്ടുള്ള എണ്ണപ്പാടങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം നടന്നത്. ആ എണ്ണപ്പാടങ്ങളിൽ മിസൈൽ വർഷം ഉണ്ടാവുകയും ചെയ്തു. അതിൽ പ്രധാനപ്പെട്ട ടെഹ്റാനിലെ ഇറാന്റെ പ്രധാനപ്പെട്ട ഒരു സുപ്രധാന എണ്ണ ശേഖരണ കേന്ദ്രം തകർക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ എണ്ണ കേന്ദ്രം ഷെഹ്റാൻ ഓയിൽ ഡിപ്പോയിലാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ആദ്യം ഉണ്ടാകുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം 90 ലക്ഷം ജനങ്ങൾ വസിക്കുന്ന ഒരു നഗരമാണ് ഈ ടെഹ്റാൻ എന്ന് പറയുന്നത്. ആ മേഖലയിലാണ് ഇത്തരത്തിലുള്ള ഒരു എണ്ണപ്പാടം ഉള്ളത്. അതായത് ദശലക്ഷക്കണക്കിന് ബാരൽ എണ്ണയാണ് ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുകയും ഒപ്പം തന്നെ അവിടെ നിന്ന് കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്ന അത്തരത്തിലോളം ബാരലുകൾ എണ്ണ ഇവിടെ ഉണ്ടായിരുന്നതായാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മിസൈൽ ആക്രമണത്തിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഈ മേഖലകൾ ഉണ്ടായത്. തീയണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും ഇറാന്റെ ഭാഗത്തു നിന്ന് തുടരുന്നുണ്ട്. അതേസമയം ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് തീയൊക്കെ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ഭാഗമായിട്ടുള്ള ചില കേടുപാടുകൾ മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത് എന്നാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് സ്ഥിതി അതീവ രൂക്ഷമായി തന്നെയാണ് ഇറാനെ സംബന്ധിച്ച്. ടെഹ്റാൻ നഗരത്തിൽ മിസൈൽ മഴ പെയ്യുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം ഇന്ന് പുലർച്ചയോടെയും കഴിഞ്ഞ ദിവസം രാത്രിയോടെയൊക്കെ ഉണ്ടായത് എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാവുകയും ചെയ്യുന്നത്. അത്തരത്തിൽ ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ഇത്തരത്തിൽ യൂറോപ്യൻ യൂണിയൻ ഈ ഒരു സമാധാന നീക്കവുമായി ബന്ധപ്പെട്ട ഇറാനുമായി ചർച്ച നടത്തിയിരുന്നു. പക്ഷേ യാതൊരുവിധ അയവിനുമില്ല, ഒരു തരത്തിലുമുള്ള സന്ധിക്കില്ല എന്ന നിലപാട് ഇറാൻ അറിയിച്ചു. ഒരു തരത്തിലും US-ഉമായി ഈ ആണവ കരാർ സംബന്ധിച്ച ചർച്ചയ്ക്കില്ല എന്നുകൂടിയുള്ള നിലപാട് കൂടി അറിയിക്കുന്നതോടുകൂടി ഇതിൽ വ്യക്തമാകുന്നത് ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഇറാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ഈ സംഘർഷം ഇനിയും അതിരൂക്ഷമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നമുക്കിതിലൂടെ വ്യക്തമാവുകയും ചെയ്യുന്നത്. എന്തായാലും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഇറാഖ് പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. കാരണം ഇസ്രായേൽ ഇത്തരത്തിൽ ഇറാഖിന്റെ വ്യോമപാത ഉപയോഗിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഇറാനിലേക്ക് വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുന്നത്. ആ സാഹചര്യം ഒഴിവാക്കണം, ഈ വ്യോമപാത ഉപയോഗിക്കുന്നതിൽ നിന്ന് ഇസ്രായേലിനെ തടയണമെന്നൊരു ആവശ്യം ഇറാഖ് പ്രസിഡന്റ് മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലൊരു അനുകൂല നടപടിയോ അല്ലെങ്കിൽ അനുകൂല നിലപാടോ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇന്നലെ ബെഞ്ചമിൻ നെതന്യാഹു രാത്രിയിലോടുകൂടി ഇത്തരത്തിൽ ഇറാന്റെ ആക്രമണം ഉണ്ടായതിനു ശേഷം അടിയന്തര യോഗം വിളിച്ചു ചേർത്തിരുന്നു. ഈ യോഗത്തിൽ പ്രധാനമായും അവർ ചൂണ്ടിക്കാണിച്ചത് ഏതു വിധേയനും ഇത്തരത്തിൽ ഒരു ആക്രമണം വീണ്ടും ഉണ്ടായാൽ അതിനെ തടയുന്നതിന് വേണ്ടി എല്ലാവിധ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തണം. ഒപ്പം തന്നെ അതിർത്തി പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് യമൻ, സിറിയ, ജോർദാൻ അടക്കമുള്ള ആ അതിർത്തി പ്രദേശങ്ങളിൽ കൃത്യമായ രീതിയിലുള്ള ജാഗ്രത പുലർത്തണം. അവിടെയുള്ള ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശവും പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വ്യോമപ്രതിരോധ സംവിധാനങ്ങളൊക്കെ നേരത്തെ തന്നെ ഇറാന്റെ ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഇറാഖിന്റെ വ്യോമപാത ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിൽ ജെറ്റ് വിമാനങ്ങൾ ഇറാനിലെ ഉള്ളിലേക്ക്, ഇറാന്റെ വ്യോമപാതയ്ക്കുള്ളിലേക്ക് കടക്കുന്ന ഒരു പശ്ചാത്തലം ആണ് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. ഈ സമയത്ത് 3ഓളം ജെറ്റ് വിമാനങ്ങൾ, J-35 വിമാനങ്ങൾ വെടിവെച്ചിട്ടതായിട്ടുള്ള ഒരു അവകാശവാദം ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് വരുന്നുണ്ട്. നേരത്തെ 2 വിമാനങ്ങൾ തകർത്തതായിട്ടുള്ള ഒരു അവകാശവാദം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ അത് ഇസ്രായേൽ തള്ളിക്കളയുകയും ചെയ്തിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഇന്നലെ രാത്രിയിൽ നടന്ന ഈ മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലിന്റെ ഒരു വിമാനം കൂടി, J-35 വിമാനം കൂടി തകർത്തതായിട്ടുള്ള ഒരു അവകാശവാദം ഇറാന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. അതിലും ഒരു സ്ഥിരീകരണം ഇതുവരെയും വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ പടച്ചുവിടുകയാണ് ഇറാൻ ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് വരികയും ചെയ്യുന്നത്. എന്തായാലും അതീവ ഗുരുതരമായി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ബുഷ്കർ പ്രവിശ്യയിലെ
പാർസ് റിഫൈനറിയിൽ കൂടി ആക്രമണം ഉണ്ടായിട്ടുള്ള വിവരങ്ങൾ കൂടി വരുന്നു. ഒപ്പം തന്നെ ഇറാന്റെ ടെഹ്റാനിലെ പ്രതിരോധ ഗവേഷണ ആസ്ഥാനം ഇസ്രായേൽ സൈന്യം ആക്രമിച്ചതായിട്ടുള്ള വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഷെഹ്റാൻ ഇന്ധന ഡിപ്പോ വലിയ രീതിയിൽ ആക്രമണത്തെ തുടർന്ന് അത് ഇപ്പോഴും നിയന്ത്രണ വിധേയമാക്കാൻ ഇറാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ നിരവധി പേർക്ക് പരിക്കേൽക്കുന്നു, നിരവധി പേർക്ക് ജീവഹാനി സംഭവിക്കുന്നു. ഏകദേശം 60 പേരോളം ഇന്നലെ കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കാരണം ഇന്നലെ രാവിലെ UN സുരക്ഷാകാര്യ സമിതിയിൽ വ്യക്തമാക്കിയതായിരുന്നു, കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ, ഇസ്രായേൽ ആക്രമണത്തിൽ 78ഓളം പേർ, അതിൽ പ്രധാനപ്പെട്ട 4 ലീഡേഴ്സ് ഉൾപ്പെടെ 78ഓളം പേർ മരണപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ 60 പേർ കൂടി മരിച്ചു എന്നുള്ള വളരെ ദുഃഖകരമായിട്ടുള്ള, വളരെ ഖേദകരമായിട്ടുള്ള വാർത്തകൾ കൂടി ഇറാനിൽ നിന്ന് പുറത്തു വരികയും ചെയ്തു. എന്തായാലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അതിഗുരുതരമായി മുന്നോട്ട് പോകുന്നു. മറ്റ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യയെ സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ നല്ല ബന്ധം പുലർത്തുന്ന രാജ്യമാണ് ഇന്ത്യ. ഇറാനെയോ അല്ലെങ്കിൽ ഇസ്രായേലിലോ പ്രത്യേകിച്ച് പിണക്കാൻ ഇന്ത്യയെ സംബന്ധിച്ച് സാധിക്കില്ല. വലിയ സഹകരണമുള്ള 2 രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ സംഘർഷം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ഉടൻ തന്നെ നടത്തുമെന്ന് നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹം G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം ത്രിരാഷ്ട്ര സന്ദർശനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പോകുന്നുണ്ട്. G7 ഉച്ചകോടിയിൽ ഇക്കാര്യം സമാധാനം പുനഃസ്ഥാപിക്കണം, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിഷയം G7 ഉച്ചകോടിയിൽ അദ്ദേഹം ഉന്നയിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവുമായി അദ്ദേഹം ഫോണിൽ സംസാരിച്ചിരുന്നു. കൂടാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ യൂറോപ്യൻ യൂണിയന്റെ ഒരു ഇടപെടൽ അത് ഫലം കണ്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഒരു തരത്തിലും ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിൽ വരുന്ന ഒരു അപ്ഡേറ്റ്, ഇറാൻ ഈ ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ ഏജൻസി ഇങ്ങനെ ഇസ്രയേലിൻ്റെ ആക്രമണം നടക്കുമ്പോഴും നിശബ്ദമായിരിക്കുന്നു എന്നാരോപിച്ച് ഇപ്പോൾ ഇറാൻ രംഗത്തെത്തുന്നുണ്ട്. അതായത് ഒരു ഇടപെടൽ ഉണ്ടാകാത്തതിൽ ഇറാന് അതൃപ്തിയുണ്ട്, പ്രത്യേകിച്ച് ആണവ സമ്പുഷ്ടീകരണം നടത്തുന്നു എന്നാരോപിച്ചുകൊണ്ടുള്ള അപ്രതീക്ഷിതമായ ഒരു വശത്ത് ചർച്ചകൾ നടക്കുമ്പോൾ ഇറാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ സമയത്ത് ഇങ്ങനെ ഒരു ആക്രമണം എന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോഴും ഈ അന്താരാഷ്ട്ര ഏജൻസികൾ ഈ വിഷയത്തിൽ, പ്രത്യേകിച്ച് ആണവ മേഖലയുമായി ബന്ധപ്പെട്ട ഏജൻസികൾ തുടരുന്ന നിശബ്ദതയിൽ ഇറാന് വലിയ പ്രതിഷേധമുണ്ടെന്ന് തോന്നുന്നു. അതിലേക്ക് നമുക്ക് വരാം. ഇപ്പോൾ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഒരു പ്രതികരണം വരുന്നുണ്ട്, അതിലേക്ക്. אנחנו סללנו נתיב לטהרן. בזמן הקרוב ביותר אתם תראו את מטוסי ישראל, את חיל האוויר של ישראל, הטייסים שלנו, מעל שמי טהרן. אנחנו נפגע בכל אתר, בכל מטרה של משטר האייתולות, ומה שהם הרגישו עד עכשיו הוא כאין וכאפס למה שהם ירגישו תחת נחת זרוענו בימים הקרובים. അതെന്താ പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. അത് എന്താണ്, ഇസ്രയേലും ഇറാനും യുദ്ധപാതയിലേക്ക് നീങ്ങരുതെന്നും സമാധാനം കാത്തു സൂക്ഷിക്കണമെന്നും മാർപ്പാപ്പ ലിയോ 16 ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. Giorni giungono notizie che destano molta preoccupazione. Si è gravemente deteriorata la situazione in Iran e Israele in un momento così delicato. Desidero rinnovare con forza un appello alla responsabilità e alla ragione. L'impegno per മിഥുൻ, ആ തരത്തിലുള്ള ഒരു ഇടപെടലിനുള്ള സാധ്യത, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് സ്വാഭാവികമായും ഒരു ഇടപെടൽ ഉണ്ടാവേണ്ടതല്ലേ? തീർച്ചയായും അത് തന്നെയാണ്. അതായത് ഇതിൽ നിന്നാണ് വ്യക്തമാക്കിയത് ഇറാൻ സംബന്ധിച്ച്, അതായത് അമേരിക്കയുമായി ഇനി ഒരു തരത്തിലുമുള്ള ആണവ ചർച്ചയ്ക്ക് ഇനി ഉണ്ടാകില്ല എന്ന് ഇവർ അറിയിക്കുന്നു. അതായത് അന്താരാഷ്ട്ര ആണവ ഊർജ്ജ ഏജൻസിക്കെതിരായിട്ടുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ട് തന്നെയായിരുന്നു. അതായത് ഇത് വ്യക്തമാക്കിയത് ഈ ഒരു കാര്യത്തിൽ IAEAയുടെ പ്രമേയം ഇറാന്റെ ആണവ ഊർജ്ജ ശ്രമങ്ങളെ തകർക്കുന്ന സയൻസ് പദ്ധതികളോട് ചേർന്ന് നിൽക്കുന്നതാണെന്നാണ് ഇറാൻ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായുള്ള ചർച്ചയിലും അയയാതെ ഇറാൻ നിലപാട് സ്വീകരിക്കുകയും ചെയ്തത്. കാരണം ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ആക്രമണം നടന്നിട്ടും എന്തുകൊണ്ട് മിണ്ടാതിരിക്കുന്നു, ഒരു മൗനം എന്തുകൊണ്ട് ഇത്തരത്തിൽ IAEAയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു, ആ പ്രമേയത്തിൽ മേൽ എന്തുകൊണ്ടൊരു ചർച്ച വരുന്നില്ല എന്നുള്ള രീതിയിലുള്ള കടുത്ത വിമർശനം ഇറാൻ രേഖപ്പെടുത്തുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ്, അങ്ങനെയാണ് യൂറോപ്യൻ നേതാക്കളുടെ ഇടപെടൽ കൂടി ഫലം കാണാതെ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിലവിൽ ഈ സംഘർഷം രൂക്ഷമാകുന്നതിൽ ട്രംപിന്റെ നിലപാട് എന്ത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇക്കാര്യത്തിൽ അമേരിക്ക
ഏത് തരത്തിലുള്ള നിലപാട് സ്വീകരിക്കും? ഒപ്പം തന്നെ ഇസ്രായേൽ കഴിഞ്ഞ ദിവസം തന്നെ രാത്രിയിൽ ഈ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നതിന് ശേഷം അമേരിക്കയോട് ഔദ്യോഗികമായി തന്നെ ആവശ്യപ്പെട്ടിരുന്നു ഈ ഇറാനെതിരായിട്ടുള്ള ആക്രമണങ്ങളിൽ അമേരിക്ക കൂടി ഒപ്പം ചേരണമെന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ചു. അല്പസമയത്തിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമ്മൾ കേട്ടു. അതായത് താൻ നേരത്തെ തന്നെ പറഞ്ഞതാണ് ഇതൊരു തുടക്കം മാത്രമാണ് എന്നാണ്. അതിൻ്റെ അനന്തരഫലങ്ങൾ ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ. ഇസ്രായേലിൻ്റെ ശക്തി എന്താണെന്ന് ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ എന്നടക്കമുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് അല്പസമയത്തിന് മുമ്പ് നമ്മൾ പ്രേക്ഷകർ കേൾക്കുകയും ചെയ്തത്. അത്തരത്തിൽ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് ഇരു രാജ്യങ്ങളും പറയുന്നു. അതുകൊണ്ട് തന്നെ ഒരു യുദ്ധസമാന സാഹചര്യത്തിലേക്ക് പശ്ചിമേഷ്യ നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച്. ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് ഇറാൻ അറിയിച്ചതോടുകൂടി കൂടുതൽ ആക്രമണത്തിലേക്ക് കടക്കാൻ തന്നെയാണ് ഇസ്രായേലിൻ്റെ നീക്കം. കാരണം പ്രത്യേകിച്ച് ഇറാഖ് വ്യോമപാത ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്രായേൽ സൈന്യം ഇത്തരത്തിൽ യുദ്ധവിമാനങ്ങളും ഒപ്പം തന്നെ മറ്റ് ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ടുള്ള മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം നടത്തുന്നത്. അതേസമയം ഇറാനാകട്ടെ യമൻ കേന്ദ്രീകരിച്ച് യമനിൽ നിന്നും ഒപ്പം തന്നെ സിറിയയിൽ നിന്നും ഒക്കെയാണ് ആക്രമണം ശക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ ടെല്ലവീവിലും ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ജെറുസലേമിലെ വിവിധ പ്രദേശങ്ങളിലും ഒക്കെ തന്നെ ആക്രമണം നടത്തിയിരുന്നു. ഇന്ന് ടെല്ലവീവിലും ഒപ്പം തന്നെ ഗലീലിയിലും ഒക്കെ നഗരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് കൃത്യമായ ആക്രമണം ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിലേക്കാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും വളരെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യം. ഇറാന്റെ ഭാഗത്തു നിന്നായാലും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നായാലും സമാന നടപടികൾ ഉണ്ടാകുന്നു. കാരണം ടെഹ്റാനിലെ ഈ എണ്ണപ്പാടത്തിന് സമീപം ഏകദേശം 90 ലക്ഷത്തിലധികം ആളുകൾ വസിക്കുന്ന ഒരു ഇടമാണ്. അത്തരത്തിൽ എണ്ണപ്പാടം ആക്രമിച്ചതോടുകൂടി കൂടുതൽ പേരെ ഇത് വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. 60ഓളം പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള വാർത്ത. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഏകദേശം 200ലധികം പേർക്ക് ഈ ഒരു ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. ബാലിസ്റ്റിക് മിസൈലുകൾ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. അതേസമയം തിരിച്ച് ഇറാന്റെ ഭാഗത്തുനിന്ന് വലിയ പ്രത്യാക്രമണം ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. നിലവിൽ ഈ സംഘർഷം അതിൻ്റെ ഉച്ചസ്ഥായിലേക്ക് നീങ്ങുന്നു. ഇനി അമേരിക്ക ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും? മറ്റ് രാജ്യങ്ങൾ, വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ ഒരു സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. അറബ് രാജ്യങ്ങളും ഇതിൽ വലിയ രീതിയിൽ ആശങ്ക രേഖപ്പെടുത്തി രംഗത്ത് വരുന്നുണ്ട്. ഒരു മധ്യസ്ഥ ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകണം. അമേരിക്കയുമായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്താനുള്ള ഒരു നീക്കത്തിലേക്ക് കൂടി അറബ് രാഷ്ട്രങ്ങൾ നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതിനിടെ മറ്റു രാജ്യങ്ങളുടെ പിന്തുണ തേടിക്കൊണ്ട് ഇറാൻ വിദേശകാര്യ മന്ത്രാലയങ്ങൾ, മറ്റു രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രാലയങ്ങളുമായി സംസാരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം UK വിദേശകാര്യ മന്ത്രിയുമായി ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഫോണിൽ വിളിച്ച് നിലവിലെ സ്ഥിതിഗതികൾ വിശദീകരിക്കുകയും ഒപ്പം ഉണ്ടാകണമെന്നുള്ള നിർദ്ദേശം, പിന്തുണ വേണമെന്നുള്ള ആവശ്യം ഇറാൻ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നു. അതേസമയം നമുക്കറിയാം ഇസ്രായേലിനെ സംബന്ധിച്ച മറ്റ് രാജ്യങ്ങളിൽ ഇസ്രായേൽ നടത്തിയിട്ടുള്ള ആക്രമണം, പലസ്തീനെ സംബന്ധിച്ച ഗാസയിൽ ഉണ്ടായിരിക്കുന്ന രക്തച്ചൊരിച്ചിലുകൾ, അതൊക്കെ സമീപകാലത്തൊക്കെ നമ്മൾ കണ്ടുവരുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ ആയുധശേഖരം ഉള്ളതാണ്. നേരത്തെ അത് ട്രംപും വ്യക്തമാക്കിയതാണ്. ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ നിർമ്മിക്കുന്നതും അത് കൈവശമുള്ളതും അമേരിക്കയാണ്. അതിൽ ഭൂരിഭാഗം ആയുധങ്ങളും ഇസ്രായേലിന്റെ പക്കലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാൻ ഇനി നേരിടാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇറാൻ ഇനി കാണാൻ പോകുന്നത് വലിയ രീതിയിലുള്ള ഒരു രക്തച്ചൊരിച്ചിലേക്ക് കാര്യങ്ങൾ പോകും. അതിരൂക്ഷമായ ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു അനുനയ നീക്കത്തിലേക്ക് വരണം, ഒരു ഡീൽ ഉറപ്പിക്കാൻ തയ്യാറാകണം എന്നുള്ള നിർദ്ദേശമാണ് വൈറ്റ് ഹൗസ് മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും മറ്റു കാര്യങ്ങൾ കൂടി അമേരിക്ക മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് ഏതെങ്കിലും തരത്തിൽ അമേരിക്കൻ പൗരന്മാരെയോ അല്ലെങ്കിൽ അമേരിക്കൻ സ്ഥാപനങ്ങളെയോ ആക്രമിക്കാൻ ഇറാൻ തുനിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ പിന്നീട് ഗുരുതരമായിരിക്കും. അത് എന്താണ് എന്ന് അതിൻ്റെ കൈപ്പേറിയ രുചിക്കാൻ പോകുന്നതേ ഉള്ളൂ ഇറാൻ എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി ട്രംപ് മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നിലവിൽ ഈ ഒരു സംഘർഷത്തിന് അയവില്ല. ആ സംഘർഷം അതിരില്ലാതെ തന്നെ മുന്നോട്ട് പോവുകയാണ്. യുദ്ധവിമാനങ്ങൾ ഇത്തരത്തിൽ ഇറാന്റെ വ്യോമപാതയിൽ ഇങ്ങനെ തമ്പടിച്ചിരിക്കുന്നു. അത്രത്തോളം 200ലധികം യുദ്ധവിമാനങ്ങളാണ് ഇങ്ങനെ ഈ ഒരു ആക്രമണത്തിൽ പങ്കുചേരുന്നതാണ് നമുക്ക് ഔദ്യോഗികമായി അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിൽ തിരിച്ചും ആക്രമണങ്ങൾ നടക്കുന്നു. ജനങ്ങൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണമെന്നുള്ള നിർദ്ദേശമുണ്ട്. അതേസമയം ഇന്ത്യയെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ വളരെ ആശങ്ക ഉയർത്തുന്ന കാര്യം തന്നെയാണ് ഇത്തരത്തിലൊരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങിയതോടുകൂടി പല വിമാനങ്ങളും തിരിച്ച് വിടേണ്ട സാഹചര്യമുണ്ട്. അത് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വിമാന സർവീസുകൾ ഇറാൻ മേഖലയിലൂടെയാണ് പോകുന്നത്. വ്യോമപാത ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ യാത്ര നടത്തുന്നത്. അവയൊക്കെ തിരിച്ചുവിടേണ്ട സാഹചര്യം, തിരിച്ചു വിളിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. മറ്റ് സാഹചര്യത്തിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്നു. കാരണം
ഇറാനെയും ഒപ്പം തന്നെ ഇസ്രയേലിനെയും പിടക്കാൻ ഇന്ത്യക്ക് സാധിക്കില്ല. രണ്ടു രാജ്യങ്ങളുമായി നല്ല ബന്ധം പുലർത്തുന്ന രാജ്യം കൂടിയാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇത് നിർത്തലാക്കേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഒരു വലിയ വെല്ലുവിളി തന്നെയായി നമുക്കിതിനെ കണക്കാക്കേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന്, എണ്ണവിലയിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു വിലക്കയറ്റം ഉണ്ടാകുന്നു. സ്വർണ്ണവിലയിലും സമാനമായ രീതിയിലുള്ള ഒരു വിലക്കയറ്റം ഉണ്ടാകുന്നു. മറ്റൊന്ന്, ഇന്ത്യൻ പൗരന്മാരെ നിലവിൽ തിരിച്ചു വിളിക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാടിലാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഉള്ളത്. അതായത് ഇസ്രായേലിലുള്ള ഇന്ത്യൻ പൗരന്മാരും ഒപ്പം തന്നെ ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാരും ഒക്കെ സുരക്ഷാ സ്ഥാനത്തേക്ക് മാറണം. ഒപ്പം തന്നെ അതിനുവേണ്ടി ഒരു പ്രത്യേക നമ്പർ കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഒരു സുരക്ഷാ ഭീഷണി ഉണ്ട് എങ്കിൽ അക്കാര്യം ഇന്ത്യൻ എംബസി അറിയിക്കുന്നതിന് വേണ്ടിയുള്ള നമ്പറുകൾ കൂടി പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ അവരെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് പശ്ചിമേഷ്യ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശരി, MG മിഥുനാണ് വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞത്. എന്തായാലും സംഘർഷഭരിതമാണ് പശ്ചിമേഷ്യ. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഏതോ രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന ഒരു പോരാട്ടമല്ല ഇത്. ലോകത്തെ ആകെ സ്വാധീനിക്കാനിടയുള്ളതാണ് പശ്ചിമേഷ്യ. അത്രത്തോളം പ്രധാനമാണ് ലോക സാമ്പത്തിക ക്രമത്തിലടക്കം. ഇപ്പോൾ തന്നെ നമ്മളത് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പലതരത്തിൽ എണ്ണവില കുതിക്കുന്നു, സ്വർണ്ണവില കുതിക്കുന്നു, അതൊക്കെ കാണുന്നു. ആകാശപാതയിൽ പ്രശ്നങ്ങൾ വരുന്നു. അങ്ങനെ നമ്മളെയൊക്കെ, ഈ അറ്റത്ത് നിൽക്കുന്ന നമ്മളെയൊക്കെ സ്വാധീനിക്കാനും നമ്മളെയൊക്കെ ബാധിക്കാനും കഴിവുള്ളതാണ് ലോകത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് നടക്കുന്ന ഈ യുദ്ധവും. മറ്റു വാർത്തകളിലേക്ക് നമുക്ക് പോവാം. നിലമ്പൂരിൽ ഒരു യുദ്ധം നടക്കുന്നുണ്ട്. അത് രാഷ്ട്രീയ യുദ്ധമാണ്. ഇനി വെറും 4 നാൾ കഴിഞ്ഞാൽ വിധിയെഴുത്ത്. പലസ്തീനും ഇറാനും പശ്ചിമേഷ്യയിലെ സംഘർഷവും ഒക്കെ അവസാന ലാപ്പിൽ നിലമ്പൂരിലും ചർച്ചയാണ്. മുഖ്യമന്ത്രിയുടെ ഇസ്രയേൽ വിരുദ്ധ പ്രസ്താവന ഉപതെരഞ്ഞെടുപ്പിൽ ഭരണപരാജയം ചർച്ചയാകാതിരിക്കാനെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണം. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇതൊന്ന് ചർച്ച ചെയ്യുന്നു. അതിനുവേണ്ടി മുഖ്യമന്ത്രി ഇന്നലെ വന്നപ്പോ പാലസ്തീൻ ഈ തെരഞ്ഞെടുപ്പിലെ വിഷയം ഇസ്രായേൽ ഇറാനിൽ ആക്രമിച്ചാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പാലസ്തീൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി, പിന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇന്നവരെ പാലസ്തീൻ എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പൊ നിലമ്പൂര് വന്നിട്ടാണ് പാലസ്തീൻ എന്ന് പറഞ്ഞത്. നിലമ്പൂര് സ്പെഷ്യലാണ്. പാലസ്തീൻ പോക്കറ്റിൽ നിന്ന് എടുക്കുക. പാലസ്തീൻ എന്താണ്? ഇദ്ദേഹം ഉണ്ടാക്കിയ ഈ ദുഷ്ചെയ്തികൾ മുഴുവൻ ഇവിടെ ചർച്ചയാകരുത്. അപ്പോ ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ആർക്കെങ്കിലും വേറെ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടോ കേരളത്തിൽ? എല്ലാവരും ഒറ്റക്കെട്ടല്ലേ? ആ യുദ്ധവും ആ ആക്രമണത്തെ എല്ലാവരും തള്ളി പറഞ്ഞല്ലേ? പക്ഷെ ഇവിടെ ചർച്ചയാക്കണം. എന്താണ്? ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം നിലമ്പൂർ തെരഞ്ഞെടുപ്പിലെ ചർച്ച. എന്നാൽ CPM നേതാക്കളുടെ മുൻ പ്രസ്താവനകളും പാർട്ടി കോൺഗ്രസിൽ പലസ്തീൻ ഐക്യദാർഢ്യ പ്രമേയം അവതരിപ്പിച്ചതും സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ചയാക്കുകയാണ് ഇടത് അനുകൂലികൾ. ഇപ്പോൾ TG സജിത്ത് വിവരങ്ങളുമായി. സജിത്ത്, കേരളത്തിന്റെ ഒരു പ്രത്യേകത ലോകത്തിന്റെ ഏതു ഭാഗത്ത് നടക്കുന്ന കാര്യങ്ങളും ചർച്ച ചെയ്യുന്നവരാണ്. നമുക്കറിയാം, സദ്ദാം ഹുസൈൻ കൊല്ലപ്പെട്ടപ്പോൾ ഹർത്താലൊക്കെ നടന്ന നാടാണ് കേരളം. അപ്പോൾ സ്വാഭാവികമായും ഒരു ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ നടക്കുമ്പോഴും അത് ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. സജിത്തിലേക്ക് വരാം. ഇപ്പോൾ ഇടത് സ്ഥാനാർത്ഥി M സ്വരാജ് മാധ്യമങ്ങളോട് സംസാരിക്കും. ഒരു തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് ഒരു ജനാധിപത്യ കക്ഷി കൈകാര്യം ചെയ്യുന്നത് എന്നത് സംബന്ധിച്ച് നമുക്ക് ഒരു പഠനം നടത്താൻ ഉപകരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അതിലൊന്നും ഞങ്ങൾക്കൊരു അഭിപ്രായവുമില്ല. ഞങ്ങളതൊന്നും ഏറ്റുപിടിക്കാനും പോകുന്നില്ല. ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നവുമല്ല. നേതാവ് മാധ്യമങ്ങളെ കാണുക പോലും ചെയ്യാത്ത ഒരവസ്ഥ ഉണ്ടായി ഈ ഒരു വിഷയത്തിന് ശേഷം. സാധാരണ അങ്ങനെ ഒരു വിവാദമാണെങ്കിൽ അദ്ദേഹമെങ്കിലും കാണുന്നുള്ളൂ, മാധ്യമങ്ങളെ കാണാത്ത ഒരവസ്ഥ പോലും ഉണ്ടായി. അതും എനിക്കറിയില്ല. നമുക്ക് അവരോട് ഇപ്പോൾ മാധ്യമങ്ങളെ കാണാൻ നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. അത് ഓരോരുത്തരുടെയും തെരഞ്ഞെടുപ്പും അധികാരവും ഒക്കെയാണ്. പക്ഷെ സാധാരണ നിലയിൽ മാധ്യമങ്ങളെ സദാസമയം കാണുകയും കാര്യങ്ങൾ വിശദീകരിക്കുകയൊക്കെ ചെയ്യുന്നവർ പൊടുന്നനെ വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ അതെന്തുകൊണ്ടാണ് എന്ന സംശയം വരുമെന്ന് മാത്രമേ ഉള്ളൂ. അതും എനിക്കതിൽ പ്രത്യേക അഭിപ്രായമൊന്നുമില്ല. അദ്ദേഹം ഉടനെ കാണണമെന്ന് ആവശ്യപ്പെടാൻ ഞാൻ തയ്യാറല്ല. ഞങ്ങളുടെ പ്രചരണം, ഞങ്ങളുടെ കാര്യങ്ങൾ, ഈ നാടിനെ ബാധിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുക, ജനങ്ങളുമായി സംവദിക്കുക, അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനെ ജനാധിപത്യപരമായി അർത്ഥപൂർണമാക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ ഈ ആരോപണങ്ങൾ, ദുരാരോപണങ്ങൾ, അതിന് മറുപടി പറയൽ, അങ്ങനെയൊക്കെ മുൻപോട്ട് പോകുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഒരു അന്തസത്തയാണ് ചോദ്യം ചെയ്യപ്പെടുക. അപ്പോൾ അത് അത്തരം കാര്യങ്ങൾ ഞങ്ങൾ തൽപരരല്ല എന്ന് മാത്രമേ പറയാൻ. സ്വാഭാവികമാണ്. എല്ലാ നേതാക്കന്മാരും വരട്ടെ. നിലമ്പൂരുകാർക്ക്
പ്രിയങ്ക ഗാന്ധിയൊക്കെ കാണാനൊരു അവസരം ഉണ്ടാവട്ടെ. എല്ലാവരും വരട്ടെ, എല്ലാവരും അവരവരുടെ രാഷ്ട്രീയം പറയട്ടെ. അതൊന്നും ഒരു മോശം കാര്യമല്ല. ജനാധിപത്യത്തിൽ നല്ല കാര്യമാണ്. പണ്ട് പണ്ഡിറ്റ് നെഹ്റു വന്നിട്ടുണ്ടല്ലോ, കേരളത്തിൽ വന്നിട്ടുണ്ട്. നെഹ്റു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്നിട്ടുണ്ട്. കോൺഗ്രസ് തോൽക്കുകയാണ് ചെയ്തത്. പക്ഷെ അതൊക്കെ നല്ല കാര്യമാണ്. എല്ലാ നേതാക്കന്മാരും വരികയും അവർക്ക് പറയാനുള്ള രാഷ്ട്രീയം ജനങ്ങളോട് പറയുകയും ചെയ്യുന്നത് നമുക്ക് സ്വാഗതം ചെയ്യാവുന്നതാണ്. അത്രയേ ഉള്ളൂ. പിന്നെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമി പിന്തുണ CPM വിമർശനീയമാക്കുന്നുണ്ട്. ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറി പഹൽഗാം വിഷയത്തിൽ അല്ലെങ്കിൽ നിലപാട് അറിയിക്കാത്തൊരു സംഘടനയാണെന്ന രീതിയിൽ ഒരു വ്യാജ പ്രചരണം നടത്തുന്നു. ഇതൊരു ഒരു ഇല്ലാത്ത കാര്യം പറയുന്നതിനപ്പുറത്തേക്ക് ഒരു നിലമ്പൂരിൽ ഇങ്ങനെ എല്ലാ രാഷ്ട്രീയ വിഷയങ്ങളും ഇപ്പോൾ ഉയരുന്ന എല്ലാ വിഷയങ്ങളും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. സജിത്തിലേക്ക് വരാം. അതിനു മുൻപ് ഇന്നത്തെ ദിവസം നിലമ്പൂരിൽ കുറച്ച് പ്രത്യേകതകളുണ്ട്. ഇന്ന് ഇംഗ്ലീഷിലാണെങ്കിൽ സ്റ്റാർ സ്റ്റഡഡ് എന്നൊക്കെ പറയുന്നത് പോലെ മൊത്തം താരനിബിഡമായൊരു പ്രചാരണമാണ് ഇന്ന് നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത്. പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിൽ എത്തുന്നതിൻ്റെ ആവേശത്തിലാണ് UDF ക്യാമ്പുള്ളത്. വൈകിട്ട് മൂത്തേടത്തും നിലമ്പൂരിലും പ്രിയങ്കയുടെ റോഡ് ഷോ ഉണ്ട്. LDFിന്റെ മുഖ്യപ്രചാരകനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പോത്തുകല്ലിലും കരുളായിയിലും അമരമ്പലത്തും റാലികളിൽ പങ്കെടുക്കും. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ PV അൻവറിന് വേണ്ടി തൃണമൂൽ MPയും മുൻ ക്രിക്കറ്റ് താരവുമായ യൂസഫ് പഠാൻ റോഡ് ഷോ നടത്തും. NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ഇന്ന് വൈകിട്ട് പുറത്തിറക്കും. അങ്ങനെ ഇന്ന് സംഭവ ബഹുലമാണ് നിലമ്പൂർ. വിവരങ്ങളുമായി CV അനുമോദാണ് ചേരുന്നത്. അനുമോദ്, ഗുഡ് മോർണിംഗ്. സൂപ്പർ സൺഡേ ആണ്. അപ്പോൾ നിലമ്പൂരിൽ ഇന്ന് പ്രിയങ്കയുണ്ട്, യൂസഫ് പഠാനുണ്ട്, ഒരു സൈഡിൽ ആവേശമായി മുഖ്യമന്ത്രിയുണ്ട്. നിങ്ങൾ എവിടെയൊക്കെ ഓടിയെത്തും? ഇതിനെല്ലാം പുറമെ നല്ല മഴയും ഉണ്ട് ശ്രീജ. രാവിലെ തന്നെ നല്ല മഴയാണ്. അപ്പൊ നമുക്ക് ഈ സ്റ്റാർ ക്യാമ്പയിനേഴ്സിന്റെ പ്രചരണമൊക്കെ എങ്ങനെയാവും എന്നൊക്കെ നമുക്ക് കാത്തിരി തന്നെ കാണേണ്ട ഒരു അവസ്ഥയാണ് രാവിലെ ഉള്ളത്. ഇന്ന് രാവിലെ മുഖ്യമന്ത്രി മാത്രമാണുള്ളത്. രാത്രിയിലെ 10 മണിക്കാണ് മുഖ്യമന്ത്രിയുടെ പോത്തുകല്ലിലെ തെരഞ്ഞെടുപ്പ് റാലി നടക്കുന്നത്. പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ പ്രചരണം ഇന്ന് അവസാനിക്കുമ്പോൾ എന്തെല്ലാം വിഷയങ്ങൾ ഊന്നിയായിരിക്കും ഇനിയുള്ള 2 ദിവസത്തെ പരസ്യ പ്രചരണ നാളിലെ പ്രചരണം ഉണ്ടാവുക എന്നതുകൂടി ഉറപ്പിക്കാൻ ഇന്നത്തെ ദിവസം പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം കൂടുതൽ വിഷയങ്ങൾ ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൽ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടോ? ഇസ്രയേൽ യുദ്ധത്തിന്റെ കാര്യത്തിൽ ഇന്നലെ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ ആക്ഷേപം ഈ ഒരു ഭരണപരാജയം മറയ്ക്കാനാണ് യുദ്ധമൊക്കെ ചർച്ചയാക്കുന്നതെന്ന വലിയ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു പ്രസംഗത്തിനിടെ. അതിലെന്തെങ്കിലും മറുപടികൾ ഉണ്ടാകുമോ തുടങ്ങിയ വിവിധ കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ ഉണ്ടാകുമോ എന്നറിയാനാണ് ഇന്നത്തെ ഉച്ചവരെയുള്ള പ്രധാനപ്പെട്ട കാത്തിരിപ്പ്. അതിനിടെ 10 മണിക്ക് VD സതീശൻ പ്രതിപക്ഷ മാധ്യമങ്ങളെ കാണുമെന്നും അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം മാധ്യമങ്ങളെ കാണാൻ തയ്യാറായിരുന്നില്ല. അതിപ്പോൾ സ്വരാജ് വരെ ചർച്ചയാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കാരണം ഇന്നലെ UDFനെ സംബന്ധിച്ച് ഒട്ടേറെ വിഷയങ്ങളുണ്ടായിട്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം പങ്കുവച്ചിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് 10 മണിക്ക് അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹം പറയുമെന്നതും കണ്ടു തന്നെ അറിയേണ്ടതാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിന്റെ റോഡ് ഷോകളും മറ്റ് പ്രധാന പ്രചാരണമൊക്കെ നടക്കുന്നത്. പ്രിയങ്ക ഗാന്ധി ഉച്ചയ്ക്ക് ശേഷമാണ് ഇവിടെ എത്തുക. പ്രിയങ്ക അതിനു മുമ്പ് ഇവിടെ എത്തുന്നതിന് മുൻപ് കാളികാവിൽ കഴിഞ്ഞ മാസം കടുവ കടിച്ച് ഡാപ്നി തൊഴിലാളി മരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിലും സന്ദർശിക്കുന്നുണ്ട്. അതിനുശേഷമാണ് പ്രിയങ്ക ഇവിടെ എത്തുക. മൂത്തേടത്തും നിലമ്പൂരിലുമാണ് പ്രിയങ്കയുടെ റോഡ് ഷോ. അതിനുശേഷമുള്ള കോർണർ മീറ്റിംഗുകളും സംഘടിപ്പിച്ചിരിക്കുന്നത്. അതേസമയത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ഒരു പക്ഷേ സാധാരണക്കാർ കാത്തിരിക്കുന്നത് ഒരു പക്ഷേ നിലമ്പൂരിൽ ആദ്യമായെത്തുന്ന യൂസഫ് പത്താനെ കാണുവാനായിരിക്കും. പ്രിയങ്ക ഗാന്ധിയെ നിലമ്പൂരുകാർക്ക് അറിയാം. അവർ ഇടയ്ക്കിടെ ഒന്ന് പോകുന്നതാണ്, പ്രചരണത്തിൽ പങ്കെടുക്കുന്നതാണ്, രാഷ്ട്രീയങ്ങളിൽ പങ്കെടുക്കുന്നതാണ്. പക്ഷേ യൂസഫ് പത്താൻ ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി എത്തുന്നത്. അപ്പോൾ PV അൻവറിനായിട്ട് യൂസഫ് ഹസാന്റെ റോഡ് ഷോ ഉണ്ട്. അത് കുറച്ചധികം ദൂരമുണ്ട്. നിലമ്പൂരിൽ നിന്ന് വഴിക്കടവ് വരെ 3 മണിക്ക് തുടങ്ങി 7 മണി വരെയൊക്കെയാണ് സമയം നിശ്ചയിച്ചിരിക്കുന്നത്. കാലാവസ്ഥ എങ്ങനെയാകുമെന്ന് പറയാനാകില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും 18 കിലോമീറ്ററാണ് നിലമ്പൂരിൽ നിന്ന് വഴിക്കടവിക്കുള്ള ദൂരം. അത്രയും ദൂരം തുറന്ന വാഹനത്തിൽ അൻവറിനൊപ്പം യൂസഫ് ഹസാനും ജനങ്ങളെ അഭിവാദ്യം ചെയ്ത് സഞ്ചരിക്കും. അതിനുശേഷം വഴിക്കടവിലായിരിക്കും സമാപന സമ്മേളനം ഉണ്ടാവുക. യൂസഫ് ഹസാൻ രാഷ്ട്രീയം എങ്ങനെ പറയും, എന്ത് രാഷ്ട്രീയം പറയും എന്നുള്ളതൊക്കെ കൗതുകമുള്ള കാര്യങ്ങളാണ്. കാരണം അദ്ദേഹത്തിന്റെ ബിഗ് ഷോട്ട്സ്, അതായത് സിക്സറുകളൊക്കെയാണല്ലോ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത്. അതിനപ്പുറത്ത് അദ്ദേഹത്തിന്റെ വാക്ചാതുര്യം എങ്ങനെയുണ്ട്, എന്തെല്ലാം ഒരു ആസ് എ പൊളിറ്റീഷ്യൻ, ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ
യൂസഫ് ഖാൻ എങ്ങനെയായിരിക്കും ഒരു പ്രചരണത്തിൽ സംസാരിക്കുക എന്നൊക്കെ അറിയാനുള്ളതൊരു കൗതുകം തന്നെയാണ്. അതിനൊപ്പം തന്നെ ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയുടെ പ്രചരണം രണ്ടിടത്തുണ്ട്. മുഖ്യമന്ത്രി പ്രചരണം ഇന്നത്തോടെ അവസാനിക്കുകയാണ്. കരുളായിലും അമരമ്പലത്തിലുമാണ് മുഖ്യമന്ത്രിയുടെ ഉച്ചയ്ക്ക് ശേഷമുള്ള പരിപാടികൾ നിശ്ചയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ മണ്ഡലത്തിന് മുക്കിലും മൂലിലും എന്നൊക്കെ പറയാം. എല്ലായിടത്തും UDF-ന്റെയും LDF-ന്റെയും മുഖ്യ സംസ്ഥാനത്തെ മുഖ്യ നേതാക്കളൊക്കെ പ്രധാന നേതാക്കളൊക്കെ തന്നെ ചെറിയ യോഗങ്ങളിലും കുടുംബയോഗങ്ങളിലും കോർണർ മീറ്റിങ്ങുകളൊക്കെ പങ്കെടുത്ത് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ അവസാന ദിവസങ്ങൾ അത് പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഴയുണ്ട്. മഴ എങ്ങനെയായിരിക്കും ഈ ഒരു പ്രചാരണത്തെ ഇന്നത്തെ ഈ നേതാക്കളുടെ ഷെഡ്യൂളിനെയൊക്കെ ബാധിക്കുക എന്നുള്ളത് നമുക്ക് മഴയുടെ ശക്തിക്കനുസരിച്ച് തന്നെ പറയാൻ കഴിയുകയുള്ളൂ. എന്താണെങ്കിലും തെരഞ്ഞെടുപ്പ് ആവേശം നിലമ്പൂരിൽ അതിന്റെ ഉച്ചസ്ഥായിലേക്ക് കിടക്കുകയാണ്. ശ്രീജ, ശരി. വി അരുൺ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, മുഖ്യമന്ത്രിയുണ്ട്, ഇങ്ങനെ എല്ലാവരും ഉണ്ട്, പക്ഷേ ഇനി വെറും 4 ദിവസമേ ബാക്കിയുള്ളൂ. ഇന്നലെ ഒരു പെട്ടിയൊക്കെ വന്നു, പക്ഷേ അത് ചിത്രത്തിലില്ലാതെ വൈകുന്നേരമായപ്പോഴത്തേക്കും അവർ തന്നെ ആ പെട്ടി ചർച്ചയൊന്നും അധികം വേണ്ട എന്ന് തീരുമാനിച്ചു. എന്തായാലും ഈ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ എന്തൊക്കെ വിഷയങ്ങൾ പ്രധാനമായും ചർച്ചയാവുന്നുണ്ട്? ഒരു വശത്ത് ഇസ്രായേൽ വിരുദ്ധ പ്രസ്താവന ഒക്കെ വരുന്നുണ്ട്. എന്തൊക്കെയാണ് പ്രധാനമായും ചർച്ചയാവുന്നത്? സംസ്ഥാന രാഷ്ട്രീയം എത്രത്തോളം ഈ അവസാന ഘട്ടത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്? ശ്രീജ, പെട്ടിയൊക്കെ ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ പൂട്ടിപ്പോയിരുന്നു. പക്ഷേ അതിനുശേഷവും അതിനു മുമ്പും ഒക്കെ ചർച്ചയിൽ നിൽക്കുന്നത് UDF ജമാഅത്തെ ഇസ്ലാമി ബന്ധം, മലപ്പുറം ജില്ലയോടുള്ള ഇടതുമുന്നണിയുടെ പ്രത്യേക CPM-ന്റെ നിലപാട്, സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സർക്കാരിൻ്റെ ഭരണ പരാജയങ്ങൾ, അതുപോലെ വഴിക്കടവിലൊരു വിദ്യാർത്ഥിക്ക് മരണമേൽക്കാനായ സംഭവത്തിലൂടെ നിലമ്പൂരിൻ്റെ എപ്പോഴത്തെയും പ്രശ്നമായ വന്യജീവി സംഘർഷം, അത് ഇന്നലെ വീണ്ടും ഒന്ന് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ പ്രതിപക്ഷം ഒരു പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്തു. ഈ വന്യജീവി ആക്രമണത്തിൽ ഇരകളായവരുടെ കുടുംബാംഗങ്ങളുടെയൊക്കെ ഒരു സംഗമം സംഘടിപ്പിച്ചുകൊണ്ട് അത് വീണ്ടും ഈ ജനങ്ങൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണെന്ന് പ്രതിപക്ഷം ഒരു സന്ദേശം നൽകുന്നു. അത്തരത്തിൽ നിരവധി വിഷയങ്ങളുണ്ട്. പെൻഷൻ സജീവ ചർച്ച തുടക്കം മുതൽ ചർച്ചയായ വിഷയമാണ്. പെൻഷൻ ആരുടെ നേട്ടമാണ്, ആരുടെ ഔദാര്യമാണ്, അല്ലെങ്കിൽ ആരാണത് കൊണ്ടുവന്നത്? അതിനെ UDF പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ അപഹസിച്ചു എന്ന വിമർശനം, അതിന് KCയുടെ മറുപടി, അങ്ങനെ പല വിഷയങ്ങൾ. ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് തന്നെയായി ഇത് മാറുമെന്ന് ഉറപ്പാണ്. കാരണം മറ്റു വിഷയങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ വന്നു പോകുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് അടിമുടി രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പായി ഇത് മാറും. പലതരം രാഷ്ട്രീയമുണ്ട്. അതിൽ ഈ ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസ് ബന്ധത്തിന് പേരുള്ള രാഷ്ട്രീയമുണ്ട്. അതിൽ സമസ്തയുടെ എതിർപ്പും അവരുടെ ആശങ്കകളുമുണ്ട്. ന്യൂനപക്ഷങ്ങൾ പൊതുവിൽ ഈ വിഷയത്തോട് സ്വീകരിക്കുന്ന നിലപാടുകളുണ്ട്. സർക്കാരിൻ്റെ 9 വർഷത്തെ ഭരണം വിലയിരുത്തണമെന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്നു. ഭരണം വിലയിരുത്തി തന്നെയാകും ജനങ്ങൾ വോട്ട് ചെയ്തതെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു. അതിലൂടെ മുഖ്യമന്ത്രി തന്നെ സമ്മതിക്കുകയാണ് ഇതൊരു ഭരണത്തിൻ്റെ വിലയിരുത്തലായി മാറുന്ന തെരഞ്ഞെടുപ്പാണ്. അതിനുള്ള ആത്മവിശ്വാസം മുഖ്യമന്ത്രിയും പിന്നീട് പല മന്ത്രിമാരും അത് പ്രകടിപ്പിക്കുന്നുണ്ട്. 9 വർഷം ചെയ്ത കാര്യങ്ങൾ, അതിനു മുമ്പ് എങ്ങനെയായിരുന്നു കേരളം, ആ കേരളത്തെ എങ്ങനെയാണ് ഇടതു സർക്കാർ മാറ്റിയത് എന്നൊക്കെ ചോദ്യമാണ് മുഖ്യമന്ത്രി ജനങ്ങളോട് ചോദിക്കുന്നത്. സ്വാഭാവികം സർക്കാരിൻ്റെ വിലയിരുത്തലായി ഉപതെരഞ്ഞെടുപ്പ് മാറുമെന്ന് ഉറപ്പാണ്. അതിന് അപ്പുറത്തേക്ക് ഉപതെരഞ്ഞെടുപ്പിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ളത്. വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഏറ്റവും ശക്തമായ ഒരു രാഷ്ട്രീയ പോരാട്ടം, സാധാരണഗതി ഒരു ത്രികോണ പോരാട്ടമെങ്കിൽ ഇവിടെ ത്രികോണത്തിനപ്പുറത്തേക്ക് പൂർണ്ണമായും ത്രികോണം എന്ന് പറയുമ്പോൾ സാധാരണ വരുന്നത് ഇടത് വലത് മുന്നണികളും NDA മുന്നണിയുമാണ്. പക്ഷേ NDA മുന്നണി ഇവിടെ ആ രീതിയിൽ ഇവിടെ ചിത്രത്തിലില്ല. ചില സാന്നിധ്യം അറിയിക്കൽ മാത്രമാണ് NDAയുടെ ഭാഗത്തുണ്ടാകുന്നത്. PV അൻവർ പ്രത്യക്ഷത്തിൽ പലയിടത്തും നമുക്ക് കാണാൻ കഴിയുന്നെങ്കിലും അൻവറിൻ്റെ പ്രചരണം അത് പിന്നണിയിൽ നടക്കുന്നുണ്ട്. റോഡിൽ വലിയ ശബ്ദമുണ്ടാക്കുന്ന പ്രചരണങ്ങൾ അൻവർ നടത്തുന്നുണ്ട്. അങ്ങനെ ഒരു ചതുഷ്കോണ പോരാട്ടത്തിലേക്ക് ഏറെക്കുറെ പോകുന്ന തരത്തിലേക്കാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാറുന്നത്. അവിടെ ഏറ്റവും പ്രധാനം രാഷ്ട്രീയ വിഷയങ്ങൾ തന്നെയാണ്. മറ്റു വിഷയങ്ങളൊക്കെ വന്നുപോയിരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് കാര്യമായി ഇവിടെ ക്ലച്ച് പിടിക്കുന്നില്ല. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയുടെ UDF ബന്ധമാണ്. ലീഗ് നേതൃത്വം, പാണക്കാട് തങ്ങൾമാർ നേരത്തെ ജമാഅത്തെ ഇസ്ലാമിയോട് സ്വീകരിച്ച നിലപാടാണ്. അതിൽ നിന്ന് എന്ത് മാറ്റമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്? അവരുടെ പ്രത്യയശാസ്ത്രത്തിന്, അവരുടെ ലക്ഷ്യങ്ങൾക്ക് എന്ത് മാറ്റമാണ് വന്നിട്ടുള്ളത്? എന്നിട്ട് എങ്ങനെയാണ് ഇത് കൂടെ കൂട്ടുന്നത്? ലീഗ് അറിയാതെ കോൺഗ്രസ് അവരെ കൂടെ കൂട്ടില്ല എന്ന് വ്യക്തമാക്കി. ലീഗ് നേതൃത്വം പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് PDP ബന്ധം എങ്ങനെ ന്യായീകരിക്കാനാകും CPM-ന് ഇടതുമുന്നണിക്കെന്ന് കോൺഗ്രസും UDF-ഉം ചോദിക്കുന്നുണ്ട്. എങ്ങനെയാണ് തങ്ങൾക്കൊപ്പം ചേരുമ്പോൾ എല്ലാവരും വിശുദ്ധരാകുകയും അല്ലാത്തപ്പോൾ അവർ തീവ്രവാദികളെന്നും തീവ്ര നിലപാടുള്ളവരെന്നും എങ്ങനെ പരിഹസിക്കുന്ന ചോദ്യമാണ് പ്രതിപക്ഷം പകരം ചോദിക്കുന്നത്.
പക്ഷേ ഈ ജമാഅത്തെ ഇസ്ലാമി ബന്ധം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ, അവരിൽ മതേതര മനസ്സുള്ളവർക്കിടയിൽ, തീവ്ര നിലപാടുകളില്ലാത്തവർക്കിടയിൽ വലിയ ചർച്ചയാകുമെന്ന ഒരു പ്രതീക്ഷയാണ് CPM-നുള്ളത്. അത് മുന്നിൽ വച്ച് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രചരണ വിഷയമാക്കി തന്നെയാണ് മുഖ്യമന്ത്രിയുടെ യോഗങ്ങൾ പുരോഗമിക്കുന്നത്. ഇന്ന് 3 യോഗങ്ങളിൽ കൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്നുണ്ട്. എല്ലായിടത്തും അദ്ദേഹം പറഞ്ഞത് ഏതാണ്ട് ഒരേ കാര്യങ്ങളാണ്. ആദ്യ പകുതിയിൽ ജമാഅത്തെ ഇസ്ലാമി ബന്ധവും പിന്നീട് രണ്ടാം പകുതിയിൽ സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളും. ഏതായാലും പ്രതിപക്ഷ ക്യാമ്പിനും ഇന്ന് ആവേശം ഏറും. പ്രിയങ്ക എത്തുന്നുണ്ട്, പ്രിയങ്കയുടെ റോഡ് ഷോ ഉണ്ട്. PV അൻവറിന് വേണ്ടി യൂസഫ് പത്താൻ എത്തുന്നുണ്ട്. വിശദാംശങ്ങൾ അനുമോദ് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ എല്ലാ തലത്തിലും പരമാവധി വോട്ടുകൾ സമാഹരിക്കാനുള്ള ലക്ഷ്യമാണ്. ശരി അരുൺ, ഞാൻ ഒന്ന് ഇടപെടുന്നു. ഇപ്പോൾ TG സജിത്തിനൊപ്പം ഇടത് സ്ഥാനാർത്ഥി M സ്വരാജുമുണ്ട്. സജിത്ത്, എന്താണ് ഈ സൂപ്പർ സൺഡേയിൽ സ്വരാജിന് പറയാനുള്ളത്? തീർച്ചയായും നമ്മൾ ഏറ്റവും പ്രസക്തമായ കാര്യം ഈ പശ്ചിമേഷ്യൻ യുദ്ധം ഇത്ര കണ്ട് ശക്തമായിരിക്കുന്ന ഘട്ടത്തിലാണ് യുദ്ധ വാർത്തകൾക്കൊപ്പം പ്രാധാന്യം കൊടുത്ത് നമുക്ക് ഇലക്ഷൻ വാർത്തകൾ കൂടി കൈകാര്യം ചെയ്യേണ്ടി വരുന്നത്. പക്ഷേ ആ ഘട്ടത്തിൽ പ്രസക്തമാവുന്നത് നിലമ്പൂർ തെരഞ്ഞെടുപ്പാണ്. കാരണം നിലമ്പൂരിന്റെ രാഷ്ട്രീയത്തിലേക്ക് ഇസ്രയേലിലെ പശ്ചിമേഷ്യയിലെ പൊതുവായ പ്രശ്നങ്ങളും ചർച്ചയാകപ്പെടുകയാണ്. ഒരുപക്ഷെ യുദ്ധവിഷയത്തിൽ ഏറ്റവും അധികം ശക്തമായ നിലപാടെടുത്ത ഒരു സ്ഥാനാർത്ഥിയാണെന്ന് ഇടതു സ്ഥാനാർത്ഥി എന്ന പ്രത്യേകതയുമുണ്ട്. പക്ഷേ ഇടതുപക്ഷത്തിന്റെ ഈ നീക്കത്തിന് പിന്നിൽ ഒരു രാഷ്ട്രീയം പ്രതിപക്ഷം കാണുന്നുണ്ട്. കാരണം ബോധപൂർവമായി അത് നിലമ്പൂരെ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമമാണെന്ന് ആക്ഷേപം കൂടിയുണ്ട്. ഒരുപക്ഷെ M സ്വരാജിന് ഇക്കാര്യത്തിൽ മറുപടി ഉണ്ടാകുമെന്ന് കരുതാം. ഇതിൽ പ്രതിപക്ഷ നേതാവ് നിങ്ങളുടെ ഈ നീക്കത്തിൽ രാഷ്ട്രീയം കാണുകയാണ്. ഇസ്രയേൽ വിരുദ്ധ നിലപാടുകൾ മാത്രം ഉണ്ടാകുന്നു ഇടതുപക്ഷത്തിന് എന്നതാണ്. അങ്ങനെയാണോ? അദ്ദേഹം വെറുതെ ഭയപ്പെടുകയാണ്. ഏത് കാര്യവും തെരഞ്ഞെടുപ്പിലെ വോട്ടും ബന്ധപ്പെടുത്തി കാണുന്ന രീതി ഞങ്ങൾക്കില്ല. നിർഭാഗ്യവശാൽ അവർക്കങ്ങനെ ഉണ്ട് എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് അവർ ഭയപ്പെടുകയാണ്. ഇതിൽ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രശ്നവുമില്ല. ഇപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഇസ്രായേലിനെതിരായ നവമാധ്യമങ്ങൾ ഞാൻ നടത്തിയൊരു അഭിപ്രായ പ്രകടനമുണ്ട്. ആ അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പില്ല. നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന സൂചന പോലുമില്ല. 2023-ലാണത്. അത് ഏത് തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചിട്ടാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്? പിന്നെ എല്ലാ കാലത്തും ഇസ്രായേലിൽ നടത്തുന്ന, ഇസ്രായേൽ എന്നല്ല ലോകത്തിലെ ഏത് രാജ്യവും മറ്റൊരു ജനതയുടെ മേൽ നടത്തുന്ന കായികാക്രമണങ്ങളെ, സൈനിക അധിനിവേശങ്ങളെ ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. അത് ഞങ്ങൾ മാത്രമല്ല, ലോകത്തിലെ എല്ലാ മനുഷ്യസ്നേഹികളും എതിർത്തിട്ടുണ്ട്. ഇസ്രായേലി പാർലമെന്റിൽ ഇസ്രായേലി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന കൂട്ടക്കുരുതിക്കെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ചതിനെക്കുറിച്ച് 2 ആഴ്ച മുമ്പാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇസ്രായേലിലായാലും ഇന്ത്യയിലായാലും ആഫ്രിക്കയിലായാലും ഇത്തരം കാര്യങ്ങളിലെല്ലാം ഞങ്ങൾക്ക് എപ്പോഴും ഒരേ നിലപാടാണ്. അത് അദ്ദേഹത്തിന് എന്തുകൊണ്ടോ മനസ്സിലാക്കാൻ കഴിയാതെ പോയതാണ്. അദ്ദേഹം അവരുടെ രീതികൾ വെച്ച് മറ്റുള്ളവരെ അളക്കുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. തിരഞ്ഞെടുപ്പും വോട്ടുമല്ല, മനുഷ്യ സ്നേഹമാണ്, മനുഷ്യ പക്ഷപാതമാണ് ഏറ്റവും പ്രധാനമായി നാം പരിഗണിക്കേണ്ടതെന്ന് തന്നെയാണ് തോന്നുന്നത്. ഇടതുപക്ഷം പൊതുവിൽ പാലസ്തീൻ അനുകൂല നിലപാടുകൾ കാലങ്ങളായി സ്വീകരിച്ചിരുന്നുള്ളതാണ്. പക്ഷേ ഇസ്രയേലിന് അനുകൂലമായി നമുക്കറിയാം, ഇവിടുന്ന് ഒത്തിരി നിരവധി ആളുകൾ ഇസ്രയേൽ ജോലി ചെയ്യുന്നുണ്ട്. അവർക്ക് അവിടുത്തെ യുദ്ധ സാഹചര്യങ്ങൾ, ആശങ്കകൾ പലതുണ്ട്. അതിലെന്തായാലും അത് ഏതു തരത്തിൽ ബാധിച്ചാൽ പോലും ഒരു യുദ്ധവിരുദ്ധ നിലപാടാണ് ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപിതം. അത് തന്നെ താങ്കൾ ഇവിടെ ആവർത്തിക്കുകയും ചെയ്യും. ഇസ്രായേലിലെ ജനങ്ങൾക്കെതിരല്ല ഇടതുപക്ഷം, അതാണ് മനസ്സിലാക്കേണ്ടത്. ഇസ്രായേലിലെ ജനങ്ങൾക്കെതിരല്ല, ഇസ്രായേൽ ജോലി ചെയ്യുന്ന നമ്മുടെ മലയാളി സഹോദരങ്ങൾക്കെതിരല്ല. അവരോടെല്ലാം ഒപ്പമാണ് നമ്മൾ നിൽക്കുന്നത്. അതിലൊന്നും യാതൊരു സംശയമില്ല. ഇപ്പൊ സാമ്രാജ്യത്വത്തിനെ വിമർശിക്കുമ്പോൾ ചിലരോ നിങ്ങൾ പിന്നെ അമേരിക്കയിൽ പോവില്ല എന്നൊക്കെ ചോദിക്കുന്ന അല്പബുദ്ധിത്വമാണ് പലയിടത്തും പ്രശ്നമുണ്ടാക്കുന്നത്. അമേരിക്കയെ വിമർശിക്കുന്നു പറഞ്ഞാൽ അമേരിക്കൻ ജനതയല്ല, അമേരിക്കയിൽ ജോലി ചെയ്യാൻ പോകുന്ന മനുഷ്യരെയല്ല, അമേരിക്കയുടെ ഭൂപ്രദേശത്തെയല്ല, മറിച്ച് അമേരിക്കൻ ഭരണകൂടം പ്രതിനിധാനം ചെയ്യുന്ന സാമ്രാജ്യത്വ നയങ്ങളെയാണ് എതിർക്കുന്നത്. അത് മാത്രമേ ഉള്ളൂ. ഇസ്രായേലിൽ ഇന്ന് അധികാരത്തിലുള്ള നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അവർ ആ സാമ്രാജ്യത്വം, അവർ അമേരിക്കൻ സാമ്രാജ്യത്വവുമായി ചേർന്ന് നിൽക്കുകയാണ്. അവരുടെ നയങ്ങളെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അതല്ലാതെ ആ പ്രദേശത്തെ ജനങ്ങളോടോ അവിടെ ജോലി ചെയ്യുന്നവരോടൊന്നുമല്ല. അവരോടെല്ലാം സൗഹാർദ്ദം ഐക്യമാണ്. അവരും കാക്ഷിക്കുന്നത് സമാധാനമാണ്. അപ്പൊ സമാധാനം ആ നാട്ടിലെ ജനങ്ങളുടെ കൂടി സ്വപ്നമാണ്, അവിടെ ജോലി ചെയ്യുന്നവരുടെയും സ്വപ്നമാണ്. ലോകത്തിലെ എല്ലാ മനുഷ്യരും സമാധാന കാക്ഷികളാവണം എന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം. യെസ്, അതാണ് M സ്വരാജ് വ്യക്തമാക്കിയത്. എന്തായാലും ഈ പശ്ചിമേഷ്യൻ സംഘർഷ വിഷയങ്ങൾ കേരളത്തിലെ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഇത്രയധികം ചർച്ചയാകപ്പെടുന്നു എന്ന പ്രത്യേക സാഹചര്യമുണ്ട്. ഒരുപക്ഷെ
ശ്രീജ, അവസാന ലാപ്പിലേക്ക് വരുമ്പോൾ നിലമ്പൂർ മാറി പറയുന്ന പ്രചരണ വിഷയങ്ങൾ പലകുറിയുണ്ട്. അത് കേരളത്തിന്റെ തെരഞ്ഞെടുപ്പുകളുടെ ഒരു പൊതുചിത്രമാണ്. പക്ഷേ ഇക്കുറി നിലമ്പൂരിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഈ പശ്ചിമേഷ്യൻ സംഘർഷം ഇത്ര ശക്തമായതോടുകൂടി ഇത് ഇടതുപക്ഷം ഉന്നയിക്കുന്നുണ്ട്. കോൺഗ്രസ് അതിനെ ഇന്നലെ പ്രതിരോധിച്ച രീതി നമ്മൾ കണ്ടതാണ്. വി ഡി സതീശൻ ഇത് ഇടതുപക്ഷത്തിന്റെ ഇടവേളകളിൽ മാത്രം ഉയർന്നു വരുന്ന ഒരു നിലപാടെന്നാണ്. പക്ഷേ എം സ്വരാജ് അദ്ദേഹം നേരത്തെ തന്നെ യുദ്ധവിരുദ്ധ നിലപാടുകൾ പരസ്യമായി സ്വീകരിച്ച വ്യക്തിയാണ്. ആ നിലപാട് അദ്ദേഹം ഈ ഘട്ടത്തിൽ ഒന്നുകൂടി ആവർത്തിക്കുന്നു എന്നതാണ് സാഹചര്യം. ഒരുപക്ഷേ ഇന്നത്തെ ഇനിയുള്ള 2-3 ദിവസങ്ങൾ, പരസ്യപ്രചരണത്തിലുള്ള 2-3 ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് വേദികൾ ഒരുപക്ഷെ ശക്തമായി ഉയർന്നു വരാൻ സാധ്യതയുള്ള ഒരു വിഷയം കൂടി ഇതുതന്നെയായിരിക്കാം. യുദ്ധവിരുദ്ധ നിലപാടുകൾ, പശ്ചിമേഷ്യൻ പ്രശ്നങ്ങളൊക്കെ വളരെ സജീവമായി തന്നെ ഈ രാഷ്ട്രീയത്തിലേക്ക് ഉയർന്നു വന്നേക്കാം. ശ്രീജ. ശരി, സജിത്താണ് വിവരങ്ങൾ നൽകിയത്. സ്വരാജിന്റെ പ്രതികരണവും രാവിലെ ലഭ്യമാക്കിയത്. അതായത് ഒരുപക്ഷെ ഈ പശ്ചിമേഷ്യൻ വിഷയങ്ങൾ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന ഒരു ജില്ല മലപ്പുറം ആണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അങ്ങനെ ഒരു സ്ഥലത്ത് നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ പശ്ചിമേഷ്യൻ സംഘർഷം വലിയ വാർത്തയായി നിൽക്കുമ്പോൾ സ്വാഭാവികമായും അത് ചർച്ചയാകും. ഒരു നിലപാട് എടുക്കേണ്ടിയും വരും. ആ നിലപാടാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി 2-3 ദിവസം കൂടി ഈ പരസ്യ പ്രചാരണം നീണ്ടു നിൽക്കുമ്പോൾ എന്തൊക്കെ വിഷയങ്ങൾ അവസാന നിമിഷം മാറിമറിയും എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. വിവരങ്ങൾ നൽകിയത് CV അനുമോദ്, VV അരുൺ, ഒപ്പം TJ സജിത്ത്. വർഗീയ ശക്തികളെ കൂടെ നിർത്തിയ UDF പ്രചരണം ജനങ്ങളെ ആശങ്കയിലാക്കിയിട്ടുണ്ടെന്ന് KK ശൈലജ. നിലമ്പൂരിലെ ജനങ്ങൾ അതിൽ പ്രതികരിക്കുന്നത് സ്വരാജിന് അനുകൂലമാകും. വടകര തെരഞ്ഞെടുപ്പിലേക്ക് ഇതിന് സമാനമായ ടീം നിലമ്പൂരിലുമുണ്ടെന്നും KK ശൈലജ പറഞ്ഞു. ഇപ്പോഴത്തെ ഈ പുതിയ UDFന്റെ സമീപനം അതെല്ലാവരും ഒരു ആശങ്ക ഉളവാക്കിയിട്ടുണ്ട്. കാരണം വർഗീയ ശക്തികളെ കൂടെ നിർത്തിക്കൊണ്ടുള്ള അവരുടെ പ്രചരണം. അപ്പോൾ അതിലെല്ലാം പ്രതികരിക്കുന്ന ഈ നാട്ടിലെ ജനങ്ങൾ സ്വരാജിന് അനുകൂലമായി കൂടുതൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. വടകരയിൽ ആ വൃത്തികെട്ട രീതിയിലുള്ള പോസ്റ്റ് ഇട്ടതിന് മുസ്ലിം ലീഗിന്റെ ഒരു പ്രവർത്തകനെ പിടികൂടുകയും കോടതി ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പത്രങ്ങളിലെല്ലാം വന്നതാണ്. അത്തരത്തിലുള്ള എല്ലാ കളിയും ആ ടീം ഇവിടെയുണ്ട്. നിലമ്പൂരിന്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ എത്രത്തോളം ചർച്ചയാവുന്നുണ്ട്? അവസാന ലാപ്പിൽ നിലമ്പൂരിൽ വന്യജീവി ആക്രമണവും മലയോര കർഷകരുടെ പ്രശ്നങ്ങളുമൊക്കെ കോൺഗ്രസ് ചർച്ചയാക്കുന്നുണ്ട്. വന്യമൃഗ ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ ഒരു സംഗമം തന്നെ ഇന്നലെ നിലമ്പൂരിൽ സംഘടിപ്പിച്ചു. നിലമ്പൂർ മമ്പാട് സ്വദേശി കബീർ അലിക്ക് ഞായറാഴ്ചയാണ് കാട്ടുപന്നി ആക്രമണത്തിൽ പരിക്കേറ്റത്. ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കബീർ അലി ആംബുലൻസിൽ വന്നാണ് നിലമ്പൂരിലെ സംഗമത്തിൽ പങ്കെടുത്തത്. സർക്കാരിനോട് കബീർ അലിക്ക് പറയാനുള്ളത് ഇതാണ്. വന്യജീവിന്റെ ശല്യം വല്ലാണ്ടുണ്ട്. നമ്മുടെ നാട്ടില് വല്ലാണ്ടുണ്ട്. പന്നികളുടെ ശല്യമുണ്ട്, അതേപോലെ പിന്നെ നായ്ക്കളെ ശല്യമുണ്ട്. ഇവിടെ പുലി ഇറങ്ങി പടുത്ത് പൊതുവെ ഭയങ്കര ശല്യമുണ്ട്. സർക്കാർ ഇടപെടണം. മലയോര മേഖലയിലെ ജനങ്ങളെ സർക്കാർ വിധിക്ക് വിട്ടുകൊടുത്തെന്ന് വന്യമൃഗ ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ സംഗമം ഉദ്ഘാടനം ചെയ്ത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. മലയോരത്തെ ജനങ്ങളെല്ലാം ഭീതിയിലാണ് അല്ലേ? എപ്പോ ആന ഇറങ്ങാം? ഈ മിനിയാന്നൂടെ കടുവിറങ്ങി, പുലി ഇറങ്ങി, ആന ചവിട്ടിക്കൊല്ലിയാണ് ആളില്ലേ. എന്തൊരു ക്രൂരതയാണ് നടക്കുന്നത്. കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാൻ പറ്റുന്നില്ല. എല്ലാവരും കൃഷി നശിച്ചു അല്ലേ? പശുവിനെ കിടന്നാ ജീവിക്കുന്നത്. ആ പാല് കൊടുക്കാൻ പറ്റുന്നില്ല, കൊണ്ടുപോകാൻ പറ്റുന്നില്ല. പേടിയാണ്, ഭീതിയിലാണ് ആളുകൾ മുഴുവൻ ജീവിക്കുന്നത്. ആ ഭയത്തിലാണ് ആളുകൾ ജീവിക്കുന്നത്. അവരെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ആനയ്ക്കും കടുവയ്ക്കും പുലിക്കും പന്നിക്കും വിട്ടുകൊടുത്തിരിക്കുകയാണ് ഈ സർക്കാർ. UDF അധികാരത്തിൽ വന്നാൽ ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുക്കില്ല. എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നത് ചെയ്യുമെന്നും VD സതീശൻ പറഞ്ഞു. UDFിലെ കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വന്യജീവി ആക്രമണത്തിൽ ഇരകളായവരും കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 നിലമ്പൂർ. വീണ്ടും വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് മഴ കനക്കുകയാണ്. വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടുണ്ട്. മറ്റ് 9 ജില്ലകളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ഈ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. വിവരങ്ങളുമായി വിവിധ ജില്ലകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേർന്നു. ആദ്യം ശശിനാരായണൻ പത്തനംതിട്ടയിൽ നിന്ന്. ശശി, മലയോര മേഖലയിലൊക്കെ എന്താണ് സ്ഥിതി? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു ജാഗ്രതാ നിർദ്ദേശമുണ്ടായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? മഴയുണ്ടോ? ശ്രീജ, ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ മഴ ഇപ്പോഴും തുടർച്ചയായി പെയ്യുകയാണ്.
മലയോര മേഖലയിൽ അതിശക്തമായ മഴ അനുഭവപ്പെടുന്നത്. ജാഗ്രതാ നിർദ്ദേശം തുടരുന്നുണ്ട്. എന്തായാലും നദികളിലെ ജലനിരപ്പ് ഒന്നും കാര്യമായി ഇതുവരെ ഉയർന്നില്ല. പക്ഷേ ശക്തമായ മഴയും കാറ്റും പല സ്ഥലങ്ങളിലും മരങ്ങൾ ഒടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ അടൂരിൽ മരം ഒടിഞ്ഞു വീണ് 6 കാറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. റോഡ് സൈഡിൽ പാർക്ക് ചെയ്യുന്ന 6 കാറുകൾക്ക് ഇന്നലെ കേടുപാടുകൾ സംഭവിച്ചു. അത്തരത്തിൽ മരങ്ങൾ ഒടിഞ്ഞു വീണും അതുപോലെ തന്നെ ഈ ഗതാഗതത്തിലുമൊക്കെ നേരിയ തോതിലൊക്കെ ചിലയിടങ്ങളിൽ തടസ്സം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കാര്യമായ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊന്നും ജില്ലയിലില്ല. പക്ഷെ അതിശക്തമായ മഴ തുടർച്ചയായി ഇന്നലെ രാത്രി മുതൽ പെയ്യുന്ന മഴ ഇപ്പോഴും ജില്ലയുടെ വിവിധ മേഖലകളിൽ തുടരുകയാണ്. മലയോര മേഖലയിലേക്കുള്ള ജാഗ്രതാ നിർദ്ദേശം, യാത്രകൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം അതുപോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശബരിമല അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ സമാനമായ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. മൂഴിയാർ ഡാമിന്റെ 2 ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. ഇന്നലെ റെഡ് അലർട്ട് ഉണ്ടായിരുന്നു. ഡാമിന്റെ ഷട്ടർ ഇന്നലെ രാത്രിയിലാണ് തുറന്നത്. ഇത്തരത്തിൽ ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത്തരത്തിൽ പല സ്ഥലങ്ങളിലും മഴ തുടർച്ചയായി പെയ്യുന്നത്. കാരണം മലയോര മേഖലയിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലുള്ള മേഖലയാണ്. സാധാരണ രീതിയിൽ പത്തനംതിട്ട ജില്ലയിൽ മഴ തുടങ്ങുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം അറിയിക്കും. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിന്റെ ഭാഗമായി തന്നെ ഇന്നലെ മഴ ആരംഭിച്ച സമയം മുതൽ ഈ ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടായാൽ അടിയന്തര സാഹചര്യത്തിൽ അത്തരം രക്ഷാപ്രവർത്തനം നടത്താനുള്ള ക്രമീകരണങ്ങളും അതാത് ജില്ലയുടെ വിവിധ താലൂക്കുകളിൽ അതിനുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ട് മഴ ഇപ്പോഴും ശക്തമായി തുടരുകയാണ്. ശരി, സാരംഗ് സുധാകരൻ വിവരങ്ങളുമായുണ്ട്. സാരംഗ്, വടക്കൻ ജില്ലകളിൽ റെഡ് അലേർട്ട് ഉണ്ട്, ബാക്കിയുള്ളിടങ്ങളിൽ ഓറഞ്ച് അലേർട്ട് ഉണ്ട്. സംസ്ഥാനത്ത് പൊതുവെ ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? എന്തൊക്കെ മുന്നറിയിപ്പുകൾ ഇന്നുണ്ട്? നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ കനത്ത മഴ തുടരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മലയോര മേഖലയിലും അതേപോലെ തന്നെ തീരദേശ മേഖലയിലുമാണ് കാര്യമായിട്ട് മഴയുടെ ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത്. നമുക്കറിയുന്ന പോലെ ശംഖുമുഖം മുതൽ വേളി ബീച്ച് ആ ഭാഗങ്ങളിലൊക്കെ തീരദേശ മേഖലകളിൽ കനത്ത കടലാക്രമണം നേരിടുന്നുണ്ട്. അതേപോലെ തന്നെ 20ഓളം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. നിലവിൽ വടക്കൻ ജില്ലകളിലാണ് റെഡ് അലേർട്ടെങ്കിലും ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്ന തിരുവനന്തപുരം ജില്ലയിലും കനത്ത മഴയാണ് ഇപ്പോൾ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ഉള്ളത്. അതേപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ മറ്റു ഭാഗങ്ങൾ, അത് മലയോര മേഖലകളിൽ മറ്റും നോക്കുകയാണെന്നുണ്ടെങ്കിൽ കനത്ത മഴയിൽ അതേപോലെ തന്നെ കാറ്റും പല ഭാഗങ്ങളിലും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. മറ്റുള്ള പ്രദേശങ്ങൾ അതേപോലെ ശംഖുമുഖം വിനോദസഞ്ചാര മേഖലയിലെ ഏറ്റവും പ്രധാനമായ ഒരു മേഖലയായ ശംഖുമുഖത്ത് കനത്ത രീതിയിൽ തിരയടിച്ചു കയറി അതേപോലെ തീരമില്ലാത്ത രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ആ ഭാഗത്ത് നമുക്കറിയാം വളരെയധികം സംരക്ഷിതമായിട്ടുള്ള കെട്ടിടങ്ങളും മറ്റുമുണ്ട്. ആ ഭാഗത്തേക്ക് കടൽ അടിച്ചു കയറുന്നുണ്ട്. കഴിഞ്ഞ മാസം മൺസൂൺ നേരത്തെ എത്തിയ സമയത്തും ഈ ഭാഗത്ത് ഇത്തരത്തിലുള്ള കടലാക്രമണം നേരിട്ടിരുന്നു. അതിന്റെ ഒപ്പം തന്നെ ആ ഭാഗത്ത് ഒരു ഭാഗത്തേക്കുള്ള വാഹന ഗതാഗതം നിരോധിച്ചിരുന്നു. ഇത്തവണ അതിനപ്പുറത്തേക്ക് കടലാക്രമണം വരുന്ന രീതിയാണ് കാണുന്നത്. മാത്രമല്ല സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്തുള്ള തിരുവനന്തപുരം ജില്ലയിലെ സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്തുള്ള അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങളൊക്കെ ഇന്നലെ തന്നെ മുറിച്ചു നീക്കിയിരുന്നു. നമുക്കറിയാം മെയ് മാസത്തിൽ കഴിഞ്ഞ മാസം ഉണ്ടായിരുന്ന കനത്ത കാറ്റിലും മഴയിലും പല ഭാഗങ്ങളിലും മരങ്ങൾ കടപുഴകി വീണിട്ടായിരുന്നു തലസ്ഥാനത്തെ കൂടുതൽ അപകടങ്ങൾ ഉണ്ടായത്. അതായത് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുകയും അതേപോലെ തന്നെ വാഹന ഗതാഗതത്തിന് തടസ്സം സൃഷ്ടിക്കുകയൊക്കെ ചെയ്തത് മരങ്ങൾ കടപുഴകി വീണിട്ടായിരുന്നു. അത്തരത്തിലൊരു വിമർശനം ഉയർന്നിരുന്നു. മഴ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള ഒരു മരങ്ങൾ മുറിച്ചു മാറ്റുന്ന നടപടികളൊന്നും തന്നെ സ്വീകരിക്കാത്തതിന്റെ പേരിൽ വളരെയധികം വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ വേണ്ടി ഇപ്പോൾ നിലവിൽ മരങ്ങൾ മുറിച്ചു മാറ്റുന്ന പ്രവർത്തികൾ തുടരുന്നുണ്ട്. മാത്രമല്ല മറ്റുള്ള അതായത് വീടിന്റെ മേൽക്കൂരി അടക്കം ഇളകി മാറിയ സംഭവം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒറ്റപ്പെട്ട അപകടങ്ങൾ ഉണ്ടായിരുന്നുണ്ടെങ്കിലും അല്ലാത്ത രീതിയിൽ തിരുവനന്തപുരം ജില്ലയിൽ മഴ തുടരുന്നുണ്ട്. ശ്രീജ. ശരി, സാരംഗാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കിയിൽ നിന്ന് VK സ്റ്റാലിൻ കൂടി ചേരുന്നുണ്ട്. സ്റ്റാലിൻ, എന്താണ് ഇടുക്കിയിലെ അവസ്ഥ? പ്രത്യേകിച്ച് മലയോര മേഖലയിലൊക്കെ നമുക്കറിയാം ഒരു മഴ കനക്കുമ്പോൾ ഇടുക്കിയിലാണ് ഏറ്റവും കൂടുതൽ ജാഗ്രത ഉണ്ടാവാറുള്ളത്. നിലവിൽ എന്താണ് സ്ഥിതി? എത്രത്തോളം മഴയും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമൊക്കെ ഉണ്ട്? സ്റ്റാലിൻ, എന്താണ് ഇടുക്കിയിലെ അവസ്ഥ? ശ്രീജ, കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് മഴ വീണ്ടും ശക്തമായി തന്നെ തുടരുകയാണ്. ജില്ലയുടെ എല്ലാ മേഖലകളിലും മഴ ഇപ്പോൾ തുടരുന്നുണ്ട്. രാത്രി ഈ മഴയോടൊപ്പം തന്നെ ശക്തമായ കാറ്റും
ജില്ലയിൽ വ്യാപകമായിട്ട് ജില്ലയിൽ കാറ്റും വ്യാപിക്കുന്നുണ്ടായിരുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പുലർച്ചെ മരം വീണ് കുറെ സമയം ഗതാഗതം തടസ്സപ്പെട്ടു. പിന്നീട് രാത്രി ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി, ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഫയർഫോഴ്സും എത്തി ഈ മരങ്ങൾ വെട്ടിമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ പ്രത്യേകിച്ചും ഉപ്പുതറ, ഏലപ്പാറ, വണ്ടിപ്പെരിയാർ തുടങ്ങിയ മേഖലകളിലെല്ലാം മഴ ശക്തമായി തുടരുന്നു. അതുകൊണ്ട് തന്നെ ഇടുക്കി ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചു. ഇടുക്കി ഡാമിലെ ഇപ്പോഴത്തെ ജലനിരപ്പ് 2343.24 അടിയാണ്. മുൻ വർഷത്തെക്കാൾ 13 അടിയോളം ഇപ്പം ജലനിരപ്പ് വർദ്ധിച്ചിട്ടുണ്ട്. ഇത് അണക്കെട്ടിന്റെ ഏതാണ്ട് 40% വെള്ളമാണ് ഇപ്പോഴുള്ളത്. 18.53 ദശലക്ഷം ഘനമീറ്റർ ജലം ഡാമിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. 15 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി മൂലമറ്റം പവർ ഹൗസിൽ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മുല്ലപ്പെരിയാറിലും ജലനിരപ്പിൽ വർധനവുണ്ട്. 128.4 ആണ് ഇപ്പോഴത്തെ ജലനിരപ്പ്. മഴ ശക്തമായത് മൂലം പെരിയാർ, ചിന്നാർ പുഴകളിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. മഴയോടൊപ്പം തന്നെയുള്ള കാറ്റാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കൃഷിനാശം ഉൾപ്പെടെ ഉണ്ടാക്കുന്നുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലാണ് റാണിക്കലിന് സമീപമാണ് ഇന്നലെ രാത്രി മരം വീണ് പ്രതിസന്ധി ഉണ്ടാക്കിയത്. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ രാത്രികാല യാത്രകളിലൊക്കെ ജാഗ്രതാ നിർദ്ദേശം ഇടുക്കി ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ശരി, സ്റ്റാലിനാണ് വിവരങ്ങൾ നൽകിയത് ഇടുക്കിയിൽ നിന്ന്. തിരുവനന്തപുരം നെയ്യാറിൽ ഒഴുക്കിൽപ്പെട്ടുപോയ യുവാവിനെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. ബാലരാമപുരം സ്വദേശി ഷാബാസ് ആണ് അപകടത്തിൽപ്പെട്ടത്. യുവാവ് മരക്കൊമ്പിൽ പിടിച്ചു നിന്നത് കാരണം അപകടം ഒഴിവായി. ഇന്നലെ നെയ്യാറ്റിൻകര അരുവിപ്പുറം ബലിക്കടവിന് സമീപം കുളിക്കാൻ ഇറങ്ങിയപ്പോഴാണ് സംഭവം. മാരായമുട്ടം പോലീസും രക്ഷാപ്രവർത്തനത്തിന് എത്തിയിരുന്നു. ഈ സമയത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ സമയത്ത് ഇത്തരം സ്ഥലങ്ങൾ സന്ദർശിക്കാൻ പോകുന്നതും കുളിക്കാൻ ഇറങ്ങുന്നതും ഒക്കെ വളരെ ശ്രദ്ധയോടെ വേണം. വലിയ ഒഴുക്കുണ്ടാവും, നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ ഒഴുക്കുണ്ടാവും. ഒരുപക്ഷെ അത് തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞൊന്നും വരില്ല. അപ്പോൾ ഒഴിവാക്കുക, അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നതാണ് ബുദ്ധിപരം. ആലപ്പുഴ പുന്നമട രാജീവ് ജെട്ടിയിൽ 3 അംഗ സംഘം സഞ്ചരിച്ച കാർ കനാലിലേക്ക് മറിഞ്ഞ് ഒരാൾ മരിച്ചു. തത്തമ്പള്ളി സ്വദേശി ബിജോയ് ആന്റണിയാണ് മരിച്ചത്. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി. ശരണ്യ, എങ്ങനെയാണ് അപകടമുണ്ടായത്? ഇന്നലെ രാത്രി 12:30യോടെയാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. ഇവര് പുന്നമട ഭാഗത്തു നിന്നും KSRTC ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്നു. 3 അംഗ സംഘമാണ് കാറിലുണ്ടായിരുന്നത്. പുന്നമട പെൻഷിമോലിൽ നിന്ന് രാജീവ് ജെട്ടി ഭാഗത്തേക്ക് വരുന്ന വളവ് തിരിയുന്ന സ്ഥലത്താണ് കാറ് നിയന്ത്രണം വിട്ട് കനാലിലേക്ക് മറിഞ്ഞത്. തുടർന്ന് കാറിന്റെ മുൻഭാഗം മുഴുവൻ വെള്ളത്തിൽ മുങ്ങിയ നിലയിൽ ആണ് ഉണ്ടായിരുന്നത്. ഇതിനകത്ത് ഉണ്ടായിരുന്ന ബിജോയ് ആന്റണി എന്ന തത്തമ്പള്ളി സ്വദേശിയായ 31-കാരനാണ് മരണപ്പെട്ടത്. ഈ കാറിലുണ്ടായിരുന്ന ബിജോയുടെ കൂടെ സുഹൃത്തുക്കളായ 2 പേർ, ടിജുവും ലിജുവും, അവർ 2 പേർ കൂടെ ഉണ്ടായിരുന്നു. ഇവർ 2 പേരും കാർ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി, നീന്തി ഇറങ്ങി പുറത്തേക്ക് എത്തി. നാട്ടുകാരെ വിവരം അറിയിച്ചപ്പോഴാണ് ഈ സംഭവം ആളുകൾ അറിയുന്നത്. തുടർന്ന് ഫയർഫോഴ്സ് എത്തി. തൊട്ടടുത്ത് തന്നെ ഫയർഫോഴ്സ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. ഫയർഫോഴ്സ് എത്തി ഈ ബിജോയെ പുറത്തെടുത്തുവെങ്കിലും മരണപ്പെട്ടിരുന്നു. നല്ല മഴയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ സമയത്ത് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ ആ വളവ് തിരിഞ്ഞ ഭാഗത്ത് നിയന്ത്രണം കിട്ടാതെ പോയതാണ് ഈ അപകടം എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒരു ഭക്ഷണം കഴിക്കുന്നതിനായി KSRTC ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്തേക്ക് പോവുകയായിരുന്നു. സുജ. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്. ഈ ഒരു മഴക്കാലത്ത് എന്തൊക്കെ തരം അപകടങ്ങളാണ് കേൾക്കേണ്ടി വരുന്നത്. ഇത് ഇപ്പോൾ ആലപ്പുഴക്കാർ തന്നെയാണ്, അവർക്കറിയാത്ത സ്ഥലമല്ല. പക്ഷേ ആ വളവിൽ നിയന്ത്രണം വിട്ടാണ് കാർ കനാലിലേക്ക് പതിച്ചത്. കോഴിക്കോട് അരീക്കാട് ഉറവംകുളം ക്ഷേത്രക്കുളത്തിൽ യുവാവ് മുങ്ങി മരിച്ചു. മാറാട് സ്വദേശി സഞ്ജയ് രാജാണ് മരിച്ചത്. സഹോദരനും കൂട്ടുകാർക്കുമൊപ്പം കുളിക്കാൻ ഇറങ്ങിയപ്പോഴായിരുന്നു ഇന്നലെ വൈകിട്ട് അപകടം. കുളത്തിൽ മുങ്ങിത്താണ് യുവാവിനെ മീൻചന്ത അഗ്നിസുരക്ഷാ നിലയത്തിലെ സ്കൂബ ഡൈവിംഗ് സംഘം രക്ഷിച്ച ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കോഴിക്കോട് കോർപ്പറേഷൻ മുൻ കൗൺസിലർ ദേവരാജന്റെ മകനാണ് സഞ്ജയ്. സംസ്ഥാനത്തെ പുനഃക്രമീകരിച്ച സ്കൂൾ സമയമാറ്റം നാളെ മുതൽ നിലവിൽ വരും. ഇതോടെ 8 മുതൽ 10 വരെ ക്ലാസുകളിലെ പഠന സമയം അരമണിക്കൂർ വർദ്ധിക്കും. സമസ്ത ഉൾപ്പെടെയുള്ള മുസ്ലിം സംഘടനകളുടെ എതിർപ്പ് വകവയ്ക്കാതെയാണ് വിദ്യാഭ്യാസ വകുപ്പ് സമയമാറ്റം നടപ്പാക്കുന്നത്. സംസ്ഥാനത്തെ 8 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലെ അധ്യയന സമയം
1100 മണിക്കൂറാക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ലക്ഷ്യം. ഇതിനായി തയ്യാറാക്കിയ പുനഃക്രമീകരിച്ച സമയക്രമം അംഗീകരിച്ച് കഴിഞ്ഞ ദിവസമാണ് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കിയത്. പുതുക്കിയ സമയക്രമം നാളെ മുതൽ നിലവിൽ വരും. അരമണിക്കൂർ വീതമാകും സ്കൂൾ പ്രവൃത്തി സമയം വർദ്ധിക്കുക. വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ 15 മിനിറ്റും ഉച്ചയ്ക്ക് ശേഷം 15 മിനിറ്റുമായാണ് അധിക സമയം. സമസ്ത ഉൾപ്പെടെയുള്ള മുസ്ലിം സംഘടനകൾ പുതിയ സമയക്രമത്തിൽ വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട്. സമസ്ത മുഖ്യമന്ത്രിയോട് തന്നെ ഇക്കാര്യം നേരിട്ടും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ തീരുമാനം മാറ്റുന്നത് പ്രായോഗികമല്ലെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിലയിരുത്തൽ. ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കൈക്കൊണ്ട തീരുമാനമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കുന്നത്. വിമർശനങ്ങൾ തുടരുമ്പോഴും പുതിയ സമയക്രമം പിൻവലിക്കേണ്ടതില്ലെന്നും പരാതി വന്നാൽ പരിശോധിക്കാമെന്നുമാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നിലപാട്. ഇതോടെ നാളെ മുതൽ 8 മുതൽ 10 വരെ ക്ലാസുകളിൽ 9:45 മുതൽ 4:15 വരെയാകും പഠന സമയം. 8 പീരിയഡുകൾ നിലനിർത്തിയാണ് പുതുക്കിയ സമയമാറ്റം നിലവിൽ വരിക. ന്യൂസ് 18 തിരുവനന്തപുരം. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ചവരെ തിരിച്ചറിയാനുള്ള DNA പരിശോധന തുടരുന്നു. കൂടുതൽ പരിശോധനാ ഫലം ഇന്ന് പുറത്തുവരും. പത്തനംതിട്ട പുല്ലാട് സ്വദേശി രഞ്ജിതയുടെ DNA പരിശോധനാ ഫലവും ഉടൻ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപകടം നടന്ന മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ പരിസരത്ത് ഇന്നും തെരച്ചിൽ തുടരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സൈപ്രസ്, കാനഡ, ക്രൊയേഷ്യ എന്നിവിടങ്ങളിലാണ് സന്ദർശനം. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി കാനഡയിലെത്തുന്നത്. ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ കാനഡ ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ശ്രമം കൂടിയാണ് യാത്രയിലൂടെ ലക്ഷ്യമിടുന്നത്. പാകിസ്ഥാനെതിരെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതിന് ശേഷമുള്ള നരേന്ദ്രമോദിയുടെ ആദ്യ വിദേശയാത്ര കൂടിയാണ് ഇത്. കെനിയയിൽ വാഹനാപകടത്തിൽ മരിച്ച 5 മലയാളികളുടെ മൃതദേഹം ഇന്ന് കൊച്ചിയിലെത്തിക്കും. രാവിലെ 8:45 ഖത്തർ എയർവേസ് വിമാനത്തിലാണ് മൃതദേഹം എത്തിക്കുക. സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് നോർക്ക റൂട്ട്സ് അധികൃതർ മൃതദേഹം ഏറ്റുവാങ്ങും. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, വലിയ ഞെട്ടലോടെയായിരുന്നു ഈ അപകട വാർത്ത നമ്മൾ അറിഞ്ഞത്. ദുഃഖകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് മൃതദേഹങ്ങൾ എത്തുന്നത്. എപ്പോഴാണ് എത്തുക? എന്തൊക്കെയാണ് വിവരങ്ങൾ? ജൂൺ 9-നായിരുന്നു കെനിയയിലെ ഖത്തറിൽ നിന്നും വിനോദയാത്രയ്ക്ക് കെനിയയിലേക്ക് പോയ വാഹനം അപകടത്തിൽപ്പെട്ട് 28 പേരായിരുന്നു അതിലുണ്ടായിരുന്നത്. അതിൽ പരിക്കേറ്റ 5 പേരും മരിച്ച 5 പേരും മലയാളികളാണ്. 20 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതിൽ 28 പേരിൽ 20 പേരും മലയാളികളായിരുന്നു. ഇതിൽ 5 പേർ മരിച്ച 5 പേർ അവരുടെ മൃതദേഹമാണ് ഇന്ന് കൊച്ചിയിലേക്ക് വിമാനത്താവളത്തിൽ എത്തിക്കുക. മൂവാറ്റുപുഴ സ്വദേശിനി ജസ്ന, മകൾ റൂഹി മെഹറിൻ 1.5 വയസ്സ് മാത്രമേ ഉള്ളൂ. മാവേലിക്കര ചെറുകോൾ സ്വദേശി ഗീത ജോഷി, അതോടൊപ്പം തന്നെ പാലക്കാട് മണ്ണൂർ സ്വദേശി റിയ, മകൾ ടൈറ 8 വയസ്സുകാരി. അങ്ങനെ ഇവരുടെ 5 പേരുടെ മൃതദേഹമായിരിക്കും നാട്ടിലേക്ക് എത്തിക്കുക. ഇവർക്കൊപ്പം ബന്ധുക്കളും ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഖത്തറിൽ ഇവർ അവിടെ സെറ്റിൽഡ് ആയവരാണ് ഇവരെല്ലാവരും. അവിടെ നിന്നാണ് ഇങ്ങനെ വിനോദയാത്രയ്ക്ക് പോവുകയും അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്തിരുന്നത്. എന്തായാലും അതീവ ദുഃഖകരമായിട്ടുള്ള സംഭവം തന്നെയായിരുന്നു. ഈ മരിച്ച റിയയുടെ ഭർത്താവ് ജോയലിനും മകനും ഇവർക്കൊപ്പം ഉണ്ടാകും. ഇവർക്കും പരിക്കേറ്റിരുന്നു. തോളെല്ലിന് ഭർത്താവിന് തോളെല്ലിന് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. ഇയാളെ കൊച്ചിയിലെത്തിച്ച് നാട്ടിലേക്ക് എത്തിച്ച് അവിടെ വെച്ചായിരിക്കും ബാക്കി ശസ്ത്രക്രിയ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുക എന്നാണ് നമുക്ക് അറിയാനും സാധിക്കുന്നത്. എന്തായാലും അതീവ ദുഃഖകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. 8:45 വിമാനത്തിലായിരിക്കും അവരെ നാട്ടിലേക്ക് എത്തിക്കുക. അതിനുശേഷം ഈ കെനിയയിൽ നിന്നും ഖത്തറിലേക്ക് എത്തിച്ച് പിന്നീട് കൊച്ചിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളിലൊക്കെ ചില തടസ്സങ്ങൾ നേരിട്ടിരുന്നു. പക്ഷെ അതിൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ആരോഗ്യ വകുപ്പും ഒക്കെ കൃത്യമായി ഇടപെട്ടത് കൊണ്ടാണ് ഇത്രയും വേഗം മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മൃതദേഹം നോർക്ക റൂട്ട്സിന്റെ ഭാരവാഹികളായിരിക്കും ഏറ്റുവാങ്ങുക. അതിനുശേഷം അവരവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ഇതിൽ മരിച്ച മാവേലിക്കര സ്വദേശിയായിട്ടുള്ള ഗീതയുടെ മകൻ കൊച്ചിയിലാണ് താമസം. മൃതദേഹം മകൻ ഏറ്റുവാങ്ങിയതിനു ശേഷം ചൊവ്വാഴ്ചയായിരിക്കും സംസ്കാരം ഉണ്ടാകുക. അടുത്ത ബന്ധുക്കളും ഒക്കെ വരേണ്ടിയിരിക്കുന്നു. അവർ വന്നതിന് ശേഷം മാത്രമായിരിക്കും സംസ്കാരം
അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം മരിച്ച ജസ്ന മണ്ണൂർ, പാലക്കാട് മണ്ണൂർ സ്വദേശിയാണ്. മണ്ണൂരിലെ വീട്ടിലെ ജസ്നയുടെ വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം ഭർത്താവിൻ്റെ വീടായ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുമെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും 8:45 വിമാനത്തിലായിരിക്കും മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുക. ശ്രീജ. ശരി, നവമിയാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ഇനി സ്പെഷ്യൽ ഡേ വിഷസിലേക്കാണ്. ഇന്ന് ആർക്കൊക്കെയാണ് സ്പെഷ്യൽ ഡേ എന്ന് നോക്കാം. തിരുവനന്തപുരത്തെ നൈതിക്കിൻ്റെ 1ാം പിറന്നാളായിരുന്നു ഇന്നലെ. നൈതിക് ഞങ്ങളുടെ സഹപ്രവർത്തക ശരണ്യ കൃഷ്ണയുടെയും സുമേഷിൻ്റെയും മകനാണ്. ഇപ്പോൾ ഒരു ഇച്ചിരി വൈകി, എന്നാലും നൈതിക് മോന് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ നൈതിക്. പട്ടാഴിയിലെ ഉമാനന്ദൻ മിനി ദമ്പതികളുടെ വിവാഹ വാർഷികമായിരുന്നു ഇന്നലെ. ഇരുവർക്കും ഹൃദയം നിറഞ്ഞ വിവാഹ വാർഷികാശംസ. ഇനി നമ്മൾ പതിവ് പോലെ വാർത്തകളിൽ നിന്നൊരു ചെറിയ ഇടവേള, ഈ വാർത്തകളിൽ നിന്നൊരു ഇടവേള എടുക്കുന്നു. പോലീസ് പെട്രോൾ കാണാം. ടോം കുര്യാക്കോസ് ചേരും.